ഹബക്കൂക്ക് എന്ന് പറയുന്ന പ്രവാചകൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ആലിംഗനം എന്നാണ്. എന്താണ്? എല്ലാവരും പറഞ്ഞിട്ട് ആലിംഗനം. ദൈവത്തിൻ്റെ കൂടെ ചേർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവത്തെ കെട്ടിപ്പിടിക്കുന്ന മനുഷ്യൻ. എല്ലാവരും പറഞ്ഞു ദൈവത്തെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ താല്പര്യമുണ്ടോ? ദൈവത്തിൻ്റെ അടുത്ത് ഒന്ന് ഇരിക്കുന്ന ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവും. നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ ഒന്ന് ഇരിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ കൂടെ ഉണ്ട്. നിങ്ങളുടെ അടുത്ത് ദൈവം ഇരിക്കുകയാണ്. ഇന്ന് പറയുന്ന ചെയ്യുന്ന പ്രവൃത്തികൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? തോന്നുമോ? നമുക്ക് ഒന്നും തോന്നത്തില്ല. നമുക്കൊരിക്കലും നെഗറ്റീവ് പറയാൻ ചിന്തിക്കാൻ പോലും തോന്നത്തില്ല. ദൈവം നമ്മുടെ അടുക്കലിരിക്കുക. യഥാർത്ഥത്തിൽ ദൈവം നമ്മളോടുകൂടി, അദൃശ്യനായ ദൈവം നമ്മളോടുകൂടെ ഉണ്ട്. പക്ഷേ നമ്മൾ വചനം കേൾക്കുമ്പോൾ മാത്രം കൈയടിക്കുന്ന, അത് കേട്ട് കൈയടിക്കുന്നതല്ലാതെ ഇതിനകത്തുനിന്ന് വെളിയിലിറങ്ങുമ്പോൾ നമ്മളതങ്ങ് മറന്നു പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഹബക്കൂക്ക് എന്ന് പറയുന്ന പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ദൈവസന്നിധിയിൽ ദൈവത്തിൽ നിന്നും പിന്മാറ്റ അവസ്ഥകളിൽ പോകുന്ന ദൈവജനത്തിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചനകൾ, അദ്ദേഹം കാവൽപുര മുറ്റത്ത് കാവൽക്കാരനായി ഒരു വാച്ച്മാനായിട്ട് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു സാധാരണക്കാരൻ, പ്രവചിക്കാനൊന്നും അല്ല നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്, ഒരു വാച്ച്മാനായിട്ട് നിൽക്കുകയാണ് കാവൽപുര മുറ്റത്ത്. പക്ഷേ അവിടെ കർത്താവ് അദ്ദേഹത്തെ വിളിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ആലിംഗനം എന്നാണ്. അദ്ദേഹത്തിൻ്റെ നിപ്പ് വാച്ച്മാനായിട്ടാണെങ്കിലും അദ്ദേഹവും ദൈവവുമായിട്ടൊരു ബന്ധമുണ്ട്. ഹല്ലേലൂയ. ഇപ്പം ദൈവവുമായിട്ട് ബന്ധമുള്ളവൻ ലോകത്ത് എവിടെ ചെന്ന് ഏത് ജോലിയിൽ ചെന്ന് നിന്നാലും അവനോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇപ്പം നമ്മളെ സജി ബ്രദർ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ദൈവവുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് പലപ്പോഴും അദ്ദേഹം എന്നോട് പല സാക്ഷ്യങ്ങൾ പറയാറുണ്ട്. കാരണം അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് അദ്ദേഹം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എപ്പോഴും ഇരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷയ്ക്കകത്ത് കയറുന്ന എല്ലാവരോടും സുവിശേഷം പറയാൻ അദ്ദേഹം മടിക്കാറില്ല, പേടിക്കാറില്ല, ഭയപ്പെടാറില്ല. പ്രൈസ് ദി ലോർഡ്. ഹാലേ. കാരണം അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നെങ്കിലും ഉള്ളുകൊണ്ട് അദ്ദേഹം ദൈവമായിട്ടൊരു ബന്ധത്തിനകത്താണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണ് ഹബക്കൂക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്തിരിക്കുകയാണ്. അപ്പോഴാണ് ദൈവം ആ ഹബക്കൂക്കിനോട് പറഞ്ഞ് വായിച്ചാട്ടെ. അപ്പോൾ 2-ാം അധ്യായം ഒന്ന് ഓരോന്നായിട്ട് നിർത്തി വായിക്കുക. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. എല്ലാവരും പറഞ്ഞാട്ടെ, നിന്നോട് ദൈവം പറഞ്ഞ സകല ദർശനങ്ങൾക്കും ദൈവം വെച്ചിരിക്കുന്ന ഒരു അവധി ഉണ്ട്. ഒന്ന് 2:1 മുതൽ വായിച്ചോ, ഉറക്കെ വായിച്ചോ. ചെറിയ അക്ഷരമായിട്ട് കാണാൻ പറ്റില്ല. അതായത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു കാവൽക്കാരനായിട്ട് നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ, പ്രവാചകൻ്റെ ഹൃദയത്തിൽ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, ദൈവം എന്നോട് എന്ത് അരുളി ചെയ്തു എന്നൊരു ആവലാതി. ഇത് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചില ആൾക്കാരിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ സമയത്തല്ല ചിലരിലൊക്കെ ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. മനുഷ്യൻ എന്ത് പറയുമെന്ന് നടക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ദൈവം എന്നോട് എന്ത് സംസാരിക്കുമെന്ന ആവലാതിയോടെ ഒരു എന്തു പറയുന്നേ, മാൻ നീർത്തോടിനെ കാംക്ഷിക്കുന്നത് പോലെ, വേഴാമ്പൽ ഒരു മഴ തുള്ളിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ഓരോ ആരാധനകൾക്കകത്ത് വരുമ്പോൾ ഇന്ന് ദൈവം എന്നോട് സംസാരിക്കുന്നത് എന്തായിരിക്കുമെന്ന് ഹൃദയത്തിൽ ആരെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ചോദിക്കുക, നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ വല്ല ചിന്തയുണ്ടോ? ആരുടെയെങ്കിലും ചിന്തയുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടാണ് വരുന്നത്? അങ്ങനെ ഉണ്ടോ? പുരുഷന്മാരിലൊന്നും ഒരു എനക്കുമില്ല, പാവം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ചിന്തയുണ്ടോ? ഉണ്ടോ? അരണേ, പ്രൈസ് ദി ലോർഡ്. ആ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ എന്ന് കയറും, ഞാൻ 100% ഉറപ്പ് തരാം, നമ്മുടെ ലെവൽ മാറും. എപ്പോഴും നമ്മൾ അടിസ്ഥാനപരമായ ഒരു ദൈവവിശ്വാസിക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒരു ആരാധനയ്ക്ക് വരുമ്പോൾ ഇന്ന് ആ ആളിനെ കണ്ട് വല്ലതും പറയാമെന്നുള്ളതല്ല, ഇന്ന് ദൈവം എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടോ, എൻ്റെ പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ ഈ ദേശവുമായി ബന്ധപ്പെട്ടോ, ഇനി വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചോ ദൈവത്തിന് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഒരാവലാതി നിറഞ്ഞ
ഒരു വ്യാകുലത നിറഞ്ഞ ഒരു ദൈവ ശബ്ദം ഇന്ന് പകൽ പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് കേൾപ്പിക്കണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്? ഞങ്ങളൊക്കെ ആരംഭ കാലഘട്ടങ്ങളിൽ തീഷ്ണതയോടെ വ്യഗ്രതയോടെ പോകുമായിരുന്നു. ഞങ്ങളുടെ കാലഘട്ടം, ഞങ്ങളുടെ വിശ്വാസ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളതിനേക്കാൾ 1000 മടങ്ങ് പ്രതികൂലമാണ്. പ്രതികൂലം എന്ന് പറഞ്ഞാൽ ഭീകരമായ പ്രതികൂലം, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത പ്രതികൂലമാണ്. കാരണം വാളും വടിവാളും പിന്നെ സകല മാരകതായുധങ്ങളുമായിട്ട് 2, 3, 4 വഴികളിൽ ആൾക്കാർ ഒളിച്ചു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഓരോ ആഴ്ചയും ആരാധനയ്ക്ക് പോകുന്ന ഓരോ വഴി കൂടെയാണ്. ഒരുപാട് വഴികൾ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. ഒരു CSA പള്ളിയുണ്ട്, ആരാധനയ്ക്ക് ഉള്ള വഴി എന്ന് പറഞ്ഞാൽ 100 വഴിയുണ്ട്. ഞങ്ങൾ ഓരോ ദിവസവും ഓരോ ആഴ്ചയും പോകുന്നത് ഓരോ വഴി കൂടെയാണ്. 9 വർഷം പോയതും ഓരോ വഴി കൂടെയാണ്. ഒരു വഴി കൂടെ സ്ഥിരം പോകാറില്ല. കാരണം എല്ലാ വഴികളിലും ഞങ്ങളെ തിരഞ്ഞ ആൾക്കാരുണ്ട്, അടിക്കാനും കൊല്ലാനും വെട്ടാനും. പക്ഷെ ഞങ്ങൾക്ക് അതിനേക്കാൾ വേവലാതി ദൈവമേ ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര തീഷ്ണതയായിരുന്നു. ദൈവം ഇന്ന് എന്നോട് എന്ത് സംസാരിക്കും? ഞങ്ങൾ എത്തിപ്പിടിക്കുക, ഇങ്ങനെ ചാടി പിടിക്കുമായിരുന്നു. അവിടെ വരുന്ന പാരമ്പര്യ ക്രിസ്ത്യാനികളൊക്കെ അന്നും ഇന്നും അവിടെ തന്നെ ഇരിക്കുക. പക്ഷെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പുറത്ത് വന്ന് ഇന്ന് ശുശ്രൂഷയിലായതിന് കാരണം ഞങ്ങൾ പോകുന്ന ഓരോ ആഴ്ചകളിലും ദൈവം ഞങ്ങളോട് സംസാരിക്കുമായിരുന്നു. ആ പ്രവാചകൻ, ആ ഉപദേശി സംസാരിച്ച സകല പ്രവചന ദൂതുകളും പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിശ്വാസത്തോടെ ഞങ്ങളത് ചാടിപ്പിടിച്ചു. പക്ഷെ ഇന്നും അവിടെ അന്നുള്ള അതേ വിശ്വാസികൾ ഒരു നന്മയും പ്രാപിക്കാൻ ഗുണപ്പെടാതെ 10, 25 വർഷം, 26, 28 വർഷമായിട്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അവരാരും ഇന്ന് വരെ ഒരു നന്മ പ്രാപിച്ചിട്ടില്ല. ഞാൻ അവരെയൊക്കെ കാണാറുണ്ട്, കണ്ടിട്ടുണ്ട്, കഷ്ടം തോന്നിയിട്ടുണ്ട്. എൻ്റെ അടുത്തിരുന്നവരാ അവരൊക്കെ, ഞങ്ങൾ അവരെ അടുത്തിരുന്നവരാ. പക്ഷേ ഞങ്ങളുടെ സ്ഥിതിക്ക് വന്ന മാറ്റം വലുതാ. അതിനുശേഷം ഒരു പെന്തക്കോസ് സഭയിൽ പോയി. ആ പെന്തക്കോസുകാരും ഇന്നും എഴുന്നേറ്റം പിടിക്കാതെ അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഹല്ലേലൂയ, അന്നും ഇന്നും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവവചനം വിശ്വാസത്തോടെ ചാടിപ്പിടിച്ച് ഇതൊരു ആപ്പിള് പോലെ അല്ലെങ്കിൽ മധുരമുള്ള ഒരു പഴം പോലെ, എന്തോ ഒരു ഐസ്ക്രീം കിട്ടിയതുപോലെ, ഹല്ലേലൂയ, എന്തോ ഒരു വലിയ ജീവനായി, ഒരു വലിയ ഒരു തേൻ കുടിക്കുന്നത് പോലെ, ഹല്ലേലൂയ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥം കൊണ്ടുവന്ന് വെച്ചാൽ ഒരു കൊച്ചുകുഞ്ഞ് ഒരു മുട്ടായി കാണുമ്പോൾ ചാടി വീഴുന്നത് പോലെ ദൈവത്തിൻ്റെ ആലോചനകളെയും ദൈവശബ്ദത്തിനും വേണ്ടി അത്യന്തപരമായ ആകുലതയോടെ വേവലാതിയോടെ ഒരു മനുഷ്യൻ വരികയാണെങ്കിൽ അവൻ്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യാനുള്ളത് പരിശുദ്ധാത്മാവ് പിന്നെ ശുശ്രൂഷകന്മാരുടെ വായിൽ കൊടുക്കും. ഹല്ലേലൂയ, ശുശ്രൂഷകന്മാരുടെ വായിൽ അത് കൊടുക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് ഏറ്റെടുക്കുന്നവൻ്റെ ജീവിതം മാറിയിരിക്കും. എനിക്ക് ചിലരെ കാണുമ്പോൾ തന്നെ അറിയാം, അവർ വരുന്നത്, അവരുടെ പ്രാർത്ഥനകൾ. ഞാൻ പലപ്പോഴും അവർ ചിന്തിക്കും നമ്മളിതൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. ഞാനിവിടെ വരുന്ന സകല വിശ്വാസികളെയും നമ്മൾ ശ്രദ്ധിക്കും. അതിൻ്റെ ശുശ്രൂഷയാണ്, എൻ്റെ ഡ്യൂട്ടിയാണ്. നിങ്ങളെ ശ്രദ്ധിച്ച് നോക്കുക, നിങ്ങളെ ശ്രദ്ധിക്കുക, നിങ്ങളെ നോക്കുക, നിങ്ങളെ വിവേചിക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിലുള്ള വീഴ്ചകൾ, താഴ്ചകളും കുറവുകളും പിന്മാറ്റങ്ങളെയും നിങ്ങളെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ചിലരെ കാണുമ്പോൾ നമുക്കറിയാം അവരുടെ ലൈഫിൽ, പ്രൈസ് ദി ലോർഡ്, ഭയങ്കരമായ ഒരു താല്പര്യം. എന്നോട് ദൈവം സംസാരിക്കണം, എനിക്ക് ആ ദൈവ ശബ്ദം കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അവരെല്ലാം ഓരോ നാളനുസരിച്ച് അവർ ആത്മീകത്തിൽ വളർന്നുകൊണ്ടിരിക്കുക. അവർ പ്രാർത്ഥനയിൽ വളരുന്നു, ആരാധനയിൽ വളരുന്നു. അവർ സമയം നോക്കാൻ ആരാധനയ്ക്ക് വരുന്നു. അവർ ആഴ്ചയിലൊരിക്കൽ മാത്രം വരുന്നവരല്ല. അവർ എപ്പോഴും ഏത് കൂട്ടായ്മയിലും ഏത് രാത്രിയും വന്ന് ഇരുന്ന് ആ താല്പര്യത്തോടെ വരുന്ന ജനത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ കാരണം അവർ ദൈവത്തോട് അടുക്കുന്നു. അവർ മനുഷ്യരോടല്ല, ദൈവത്തോട് അടുക്കുന്നു. ഈ ദൈവത്തോട് അടുക്കുന്നവൻ്റെ പ്രത്യേകത, അവർ എപ്പോഴും കൂട്ടായ്മയുടെ സാന്നിധ്യത്തെ വിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ട് പോകത്തില്ല. അവർ എപ്പോഴും ആഗ്രഹിക്കും ഒരു കൂട്ടായ്മ, ഒരു ദൈവ സാന്നിധ്യം, ഒരു പ്രാർത്ഥന. അതുണ്ടെങ്കിൽ അവർ ഓടി വരും. കാരണം അവർ ദൈവത്തോട് അടുത്തവരാണ്. ദൈവത്തോട് ബന്ധമില്ലാത്തവൻ വല്ലപ്പോഴേക്ക് വന്ന് എത്തി നോക്കിയിട്ട് പോകും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് ബന്ധമുള്ളവരെ നമുക്കറിയാം, അവർ ഓടി ഓടി ആരാധനകൾക്കകത്ത് വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഒരു വലിയ വേവലാതിയോടെ ഈ ഹബക്കൂക്ക് പ്രവാചകൻ നിൽക്കുകയാണ്. ദൈവം ഇന്ന് എന്നോട് എന്തെങ്കിലും സംസാരിക്കുമോ? വായിച്ചോ. ആ
ആ ആ അപ്പൊ അദ്ദേഹത്തിനോട് ദൈവം പറയുകയാണ്, ഞാൻ നിനക്കൊരു ദർശനം തരും. ആദ്യം അത് കാണുക. എന്ത് ചെയ്യണം? ദർശനത്തെ എന്ത് ചെയ്യണം? കാണണം. രണ്ടാമത് ദൈവം പറയാണ്, ആ കണ്ടതിനെ നീ എന്ത് ചെയ്യണം? എഴുതണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പിന്നെ വായിച്ചോ, എഴുതുക, വരയ്ക്കുക. പിന്നെ പറയാണ്, നീ ആദ്യം കാണും, ആ കണ്ടതിനെ നീ എന്ത് ചെയ്യണം? എഴുതണം. നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതാറില്ലേ? നിങ്ങൾ കാണുന്ന വിഷയങ്ങൾ എഴുതി വയ്ക്കാറില്ലേ? നിങ്ങൾ ദർശനങ്ങൾ, ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 2008 തോന്നുന്നു ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ഒരു ദർശനം കണ്ടത് എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ദർശനം ഞാൻ അന്നൊന്നും ഇല്ല, ഒരു ചർച്ച മിനിഷിയില്ല, ഒന്നുമില്ല. ഞാനും എൻ്റെ സഹോദരനും ബാംഗ്ലൂർ പട്ടണത്തിലായിരുന്നപ്പോഴാണ് ദർശനം കാണുന്നത്. പക്ഷെ അന്ന് ഞാൻ എഴുതി വെച്ച കണ്ട ദർശനം അതിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അന്ന് ഇതൊന്നുമില്ല, നിങ്ങളൊന്നുമില്ല, നമുക്ക് ആരെയും അറിയത്തില്ല. നെടുമങ്ങാടെന്ന് പറയുന്ന സ്ഥലത്തെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ ഈ സ്ഥലമേ അല്ലെങ്കിൽ ട്രിവാൻഡ്രമേ വെറുത്തിട്ട് ഓടിപ്പോയതാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളെങ്ങനെ വെറുത്ത്, ആൾക്കാരെയും വെറുത്ത്, നാടിനെയും വെറുത്തിട്ട് എന്ത് ചെയ്തു? ഞങ്ങൾ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടതാണ്. അയ്യോ, ഈ സ്ഥലം വേണ്ട, ഈ ഏരിയ വേണ്ട, ഈ ജനവും വേണ്ട, ഈ നാട്ടുകാരും വേണ്ട, ഇവിടെ ആരും വേണ്ട, ഇനി ഇങ്ങോട്ട് വരത്തേ ഇല്ല എന്ന് പറഞ്ഞ് ഓടിക്കളഞ്ഞതാണ്. പക്ഷേ 2008 ആയപ്പോഴും കൊണ്ട് ദർശനങ്ങളാണ്. പട്ടണത്തെക്കുറിച്ച്, സ്വന്തം ദേശത്തെക്കുറിച്ച് ദൈവം ഭയങ്കരമായ ദർശനങ്ങൾ തരികയാണ്. പ്രവാചകന്മാരിലൂടെ സംസാരിക്കുക, നിങ്ങളുടെ സ്വന്തം ദേശത്ത് മടങ്ങിപ്പോവുക. അപ്പോഴൊക്കെ ഞങ്ങൾ പറയുകയാണ്, അയ്യോ, ആ ദേശത്തെക്കുറിച്ച് ചിന്തിക്കപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ മുറിവുകളാണ്, വേദനയാണ്, വിഷമമാണ്. അതുപോലെ കടന്ന് അനുഭവിച്ചത്. അത്രയ്ക്ക് ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നപ്പോൾ പിന്നെ ഭയങ്കര പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയപ്പോൾ നമുക്കതങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഈ നാട്ടിൽ വന്നാൽ വീണ്ടും അവരെ ഞങ്ങളെ അറ്റാക്ക് ചെയ്യും. ഞങ്ങൾക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ജഡത്തിലുള്ള പോരാട്ടങ്ങളിലോട്ട് കയറേണ്ടി വരുമോ എന്നൊരു ഭയമുള്ളത് കൊണ്ട് പലപ്പോഴും ഞങ്ങൾ ഈ നാടിനെയും ജനത്തെയും ദേശത്തെയും മറന്നിട്ട് ഞങ്ങൾ വർഷങ്ങളോളം പല ദേശങ്ങളിലായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും വേറെയാണ്. നിൻ്റെ പ്ലാനും പദ്ധതിയല്ല ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി. നിൻ്റെ ചിന്തകളല്ല ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള ചിന്തകൾ. ദൈവത്തിൻ്റെ പദ്ധതികൾ നിൻ്റെ പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമാണ്. നിനക്കിഷ്ടമുള്ളത് പറയുന്നവനല്ല ദൈവം, നിനക്കിഷ്ടമുള്ളത് കാണിച്ചു തരുന്നവനല്ല ദൈവം, നിനക്ക് ഇഷ്ടമുള്ളതിനെ വെളിപ്പെടുത്തുന്നവനല്ല ദൈവം. ഒരുപക്ഷെ നിനക്കിഷ്ടമില്ലാത്തതിനെയാണ് ദൈവം നിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ ബലാത്കാരമായി അതിലോട്ട് ദൈവം കൊണ്ടുവരുന്നത്. ഒരിക്കലും നിനക്ക് ഇഷ്ടമില്ലാത്തതിലോട്ട്, നിനക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്ത വ്യക്തിയോട് നീ ചെന്ന് ക്ഷമ പറയാൻ പറയും. 16 വർഷം രാപകലില്ലാതെ സർവേക്കലിൻ്റെ പേരിൽ അടിയായ കുടുംബത്തോട് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടുടനെ പറയുകയാണ്, ദൈവം രാവിലെ പറയുകയാണ്, 16 വർഷം അവർ 9 ആണുങ്ങളും ഞങ്ങൾ 2 കൊച്ചു പിള്ളേരും എൻ്റെ അച്ഛനും 16 വർഷമാണ് അടിയും വഴക്കും. എന്താണ്? അതിര് തർക്കം. അവർ ഭയങ്കര RSSകാരാ. ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ പിറ്റേന്ന് പറയുക, ദൈവം പറയുക, അവിടെ ആ വീട്ടിൽ ചെന്ന് അവരോട് ക്ഷമ ചോദിക്കുക. ഭയങ്കര കഷ്ടമായിരുന്നു. പക്ഷേ ദൈവത്തെ കണ്ടതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഹൃദയം അങ്ങ് മാറിപ്പോയി. ഞങ്ങൾ പോലും അറിഞ്ഞത് നമ്മളെ ഹൃദയം വളരെ വേറെ. അവരുമായിട്ടുള്ള 16 വർഷത്തെ അടിയിലെ കാര്യങ്ങൾ പറഞ്ഞാൽ ചിരിച്ച് ഊപ്പാട് വരും. അതുപോലത്തെ കാര്യങ്ങളാണ് ഒരു മനുഷ്യരുമായി ഇന്ന് നമ്മളത് ഓർക്കുമ്പോൾ നാണക്കേടാണ് നമുക്ക്. മനസ്സിലായോ? ഇന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ പക്വത, സ്പിരിച്വൽ മെച്യൂരിറ്റിയിൽ വരുമ്പോഴേ ഒരു കുറച്ച് വർഷം കഴിയുമ്പോഴും നിങ്ങൾ അതിനെക്കുറിച്ച് നാണം വിചാരിക്കും. കാരണം ഇന്ന് നമ്മൾ പകയും വിരോധവും വൈരാഗ്യം പറയുകയും ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതെല്ലാം കുറച്ചുകൂടെ ആത്മീയത്തിൽ വളരുമ്പം വേണ്ടായിരുന്നു, ഞാൻ എന്ത് പരിപാടിയാണ് കാണിച്ചത്, പറയണ്ടായിരുന്നു, ചെയ്യണ്ടായിരുന്നു. ഞാൻ പറയില്ലേ, ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുവോ ഒരാളിനോടാണെങ്കിലും വെറുപ്പും വിരോധവും വൈരാഗ്യവും പകയൊക്കെ വെച്ച് പുലർത്തുമ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വേണ്ടായിരുന്നു, ചെറിയൊരു കാര്യത്തിൽ എന്തിന് എനിക്ക് എൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സമയം കഴിഞ്ഞു പോകും. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മൾ ആൾ മരിച്ചതിന് ശേഷമായിരിക്കും അവിടെ ചെന്ന് കുഴിക്കരയിൽ ചെന്ന് നമ്മൾ വേണ്ടായിരുന്നു, പാവം നല്ല മനുഷ്യൻ, വെറുതെ അദ്ദേഹത്തെ ചീത്ത വിളിച്ചു, എന്തെല്ലാം പറഞ്ഞു, എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചേ, നമ്മളിന്ന് കൊണ്ട് നടക്കുക ഹൃദയം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശവകുടീരം ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്.
ഏറ്റവും വലിയ നാറ്റം വമിക്കും നമ്മുടെ ഹൃദയത്തിലാണ്. ഏറ്റവും വലിയ മ്ലേച്ഛതകളുള്ള നമ്മുടെ ഹൃദയത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഒരു സ്ത്രീ ഓടി വന്നു, വ്യഭിചാരം ചെയ്ത സ്ത്രീയെ കല്ലെറിഞ്ഞുകൊണ്ട് പറയും. ആൾക്കാരെല്ലാം കൂടെ കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ട് വന്നപ്പം കർത്താവ് അവിടെ കുനിഞ്ഞിരുന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? ഓട്ടോമാറ്റിക്കായിട്ട് അവർ ബോധമില്ല. എറിയാൻ കിട്ടിയ സമയത്ത് നമ്മൾ എറിഞ്ഞു. പക്ഷേ സ്വയം ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഇവ എറിയത്തില്ല. കാരണം ഇവളേക്കാൾ ലോക ഫ്രോഡാണ് ആ വന്നന്മാർ. ഹല്ലേലൂയ. അവർ പതുക്കെ കല്ലങ്ങ് തറയിട്ടു. പലപ്പോഴും നമ്മൾ സ്വയം നമ്മളിലോട്ട് നോക്കാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതിന് മുമ്പ് കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മാറിയിരുന്ന് നിങ്ങളുടെ പാപത്തിൻ്റെ ലിസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ജീവിതകാലത്ത് ഒരു മനുഷ്യനൊന്നും പറയത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നമ്മൾ വെറുത്ത സ്ഥലമാണ്, പക്ഷേ ദൈവം പറഞ്ഞു ആ സ്ഥലത്ത് മടങ്ങി വരിക. ആ സ്ഥലത്ത് നിങ്ങൾ മടങ്ങി വന്ന് ആ ദേശത്തെ ഞാൻ നിങ്ങൾക്ക് തരും. 2008 തന്ന ദർശനം, വെളിപ്പാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു അംശമേ ആയിട്ടുള്ളൂ. കണ്ട ദർശനം ഭയങ്കരമാണ്. അതിൻ്റെ ഒരു ചെറിയ സാമ്പിൾ വെടിക്കട്ടെ ആയിട്ടുള്ളൂ ഇതുവരെ. ഇനി അതിൻ്റെ വലിയ പൂർണ്ണത നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. അത് സംഭവിക്കും. കാരണം ദൈവം തന്നത് ഒന്നുമില്ലാതിരുന്നപ്പോൾ, ഒരു പ്രതീക്ഷയില്ലാതിരുന്നപ്പോൾ, ചർച്ചെന്ന് പറയുന്നതേ ദർശനം നമ്മുടെ ഹൃദയത്തിലില്ലാതിരുന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവം തന്ന ദർശനത്തിലേക്ക് ദൈവം നമ്മളെ കയറ്റിയെങ്കിൽ തക്ക സമയത്ത് ദൈവം അത് പൂർത്തീകരിക്കാൻ ദൈവം ശക്തനാണ്. നീ കണ്ട ദർശനത്തെ നീ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. ഞാൻ എഴുതി വെച്ചു. പിന്നെ എന്ത് ചെയ്തു? വരയ്ക്കണം. എല്ലാവരും പറഞ്ഞിട്ട് വരയ്ക്കണം. എല്ലാവരും ഒന്ന് പറഞ്ഞോ, എഴുതണം, വരയ്ക്കണം, കാണണം. ആദ്യത്തെ എന്താണ്? വ്യാകുലതയോടെ, ആവലാതിയോടെ ദൈവശബ്ദത്തിന് വേണ്ടി എന്ത് ചെയ്യണം? കാത്തിരിക്കണം. 2, അത് ദർശനം കാണണം. 3, അതിനെ എഴുതണം. 4, അതിനെ വരയ്ക്കണം. വരയ്ക്കാൻ പാടാ. കാണാൻ എളുപ്പമാണ്, എഴുതാൻ എളുപ്പമാണ്. പക്ഷേ ഡ്രോയിങ് വലിയ പാടാ. ഡ്രോയിങ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ എഴുതപ്പെട്ടതും കണ്ടതും അതിൻ്റെ പരിപൂർണ നിലവാരങ്ങളിൽ നമ്മളിൽ ഭയങ്കരമായിട്ട് അകത്ത് കയറണം. അങ്ങനെ കയറിയാലേ നമുക്ക് വരയ്ക്കാൻ പറ്റൂ. അത്രയ്ക്ക് നമ്മുടെ വിഷൻ, നമ്മുടെ അകത്ത് ഈ ഒരു വെളിപ്പാട് കത്തി നിന്നാലേ നമുക്ക് മറന്നു പോകാതെ ആ വിഷൻ വരയ്ക്കാൻ പറ്റാത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ വരച്ചു. അപ്പം കണ്ടു, എഴുതി, വരച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു തലമുറ ഇവിടെ നിന്ന് എഴുന്നേക്കാൻ പോവുക. ദർശനങ്ങൾ കാണുന്ന, അതിനെ കേൾക്കുന്ന, അതിനെ എഴുതുന്ന, പ്രാർത്ഥിക്കുന്ന, അതിനെ വരയ്ക്കുന്ന, എന്നിട്ട് ബലാത്കാരമായി ആ ദർശനത്തിനകത്ത് കയറുന്ന ഒരു തലമുറയെ എൻ്റെ ദൈവം ഈ ആലയത്തിനകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് ചോറി ഒരു വലിയൊരു കൂട്ടം ജനത്തെ നീ കാണുന്നതിനെ എഴുതുക, എഴുതിയതിനെ നീ വരയ്ക്കുക. വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കുമെന്ന് പറഞ്ഞ ഹബക്കൂക്ക് എന്ന് പറയുന്ന പ്രവാചകന്റെ ആ പുസ്തകത്തിന്റെ തന്നെ അടിസ്ഥാന വചനം എന്ന് പറഞ്ഞാൽ വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കും. മനസ്സിലായോ? വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കും. അതാണ് അടിസ്ഥാന വചനം. ആ ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രവചന ദൂതിന്റെ ഒരു സംഭവമാണ് 2:4 പറയുന്നത്, വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കും. നിന്റെ ആത്മീക ജീവിതത്തിനകത്ത് ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ് നീ പ്രാപിക്കണമെങ്കിൽ, ദൈവം പറഞ്ഞ വാഗ്ദത്തം നിന്റെ മേൽ വെളിപ്പെടണമെങ്കിൽ, ദർശനം നിനക്ക് കാണിച്ചു തന്ന് നടക്കണമെങ്കിൽ നീ അത് വിശ്വാസത്താൽ എഴുതണം, വിശ്വാസത്താൽ അതിനെ വരയ്ക്കണം, വിശ്വാസത്താൽ അതിനു വേണ്ടി കാത്തിരിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? ദർശനം എഴുതണം, വരയ്ക്കണം. എന്ത് വരയ്ക്കും? അപ്പോ 3 പേര് വരയ്ക്കണം. മനസ്സിലായോ? 3 പേര് നിൽക്കുന്നു, കൈപിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അത് എഴുതണം, വരയ്ക്കണം. ഹല്ലേലൂയ. എഴുതണം, വരയ്ക്കണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഹസ്ബൻഡ് മാനസാന്തരപ്പെട്ടില്ലേ, ആ വ്യക്തി ബൈബിളുമായിട്ട് നിൽക്കുന്നത് വരയ്ക്കണം. ഹല്ലേലൂയ. പ്രസംഗിക്കുന്നത് വരയ്ക്കണം. നിങ്ങൾ ഏതെങ്കിലും ജോലി വേണോ, ആ ജോലിയെ വരയ്ക്കണം. നിങ്ങൾക്ക് തലമുറയില്ലയോ? ദർശനമുണ്ട്, എഴുതിയിട്ടുണ്ട്. ഇനി ആ തലമുറയുമായി നിൽക്കുന്നതൊന്ന് വരച്ചു നോക്ക്. സ്വർഗം അത് ചെയ്യാൻ പോവുകയാണ്. പല കാര്യങ്ങളും ഇന്ന് പകല് വിവാഹം നടന്നില്ലേ, എഴുതണം, പ്രാർത്ഥിക്കണം,
വരന്റെ കൂടെ കല്യാണ വസ്ത്രം അണിഞ്ഞു നിൽക്കുന്നത് നീ വരയ്ക്കണം. നീ വരയ്ക്കാൻ തുടങ്ങണം. മനസ്സിലായോ? ഇപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? നീ ചില കാര്യങ്ങള് നീ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കുന്നത് എഴുതുക മാത്രമല്ല, അത് സംഭവിച്ചതായിട്ട് നീ വരയ്ക്കണം. നീ വരയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതിനെ സൈൻ ചെയ്യാൻ പോയ ചില പുതിയ കടകൾ നീ വരയ്ക്കണം, ബിസിനസ്സുകളെ നീ വരയ്ക്കണം. യെസ്, നിന്റെ ലൈഫിൽ ദൈവം തന്ന ചില ദർശനങ്ങളെ ഇന്ന് പകൽ നീ വരയ്ക്കാൻ തുടങ്ങണം, നീ എഴുതാൻ തുടങ്ങണം, നീ വരയ്ക്കാൻ തുടങ്ങണം. അപ്പോൾ എന്റെ ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യാൻ പോയ. എന്ന് ഞാൻ പറയുന്നത് അസാധാരണമായ ആഴത്തിലുള്ള ചില കാര്യങ്ങളാണ്. ഇത് നീ മനസ്സിലാക്കിയ നിന്റെ ചരിത്രം മാറാൻ പോവുക. ഇന്ന് പകലും നിന്റെ ലൈഫിൽ കുടുംബത്തിൽ ചെന്നിട്ട് ഈ വചനം പറഞ്ഞതുപോലെ നിന്റെ വരപ്പൊന്നും വലിയ ലോകപ്രശസ്ത വരപ്പുകാരന്മാരെ പോലെ നീ വരയ്ക്കണ്ട. ഹല്ലേലൂയ. വെളിയിൽ ആർക്കും കൊടുക്കണ്ട. നിനക്ക് ചെയ്യാൻ അറിയാൻ കഴിയുന്നത് പോലെ അങ്ങ് വരച്ചാൽ മതി. നീ വരച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് നോക്ക്. നീ ഒരു വീട് അങ്ങോട്ട് വരയ്ക്ക്. നീ വീട് വരയ്ക്ക്. വിശ്വാസത്താൽ നീ വീട് വരയ്ക്ക്. നിനക്ക് ഇഷ്ടപ്പെട്ട എത്ര റൂം വേണം അത് വരയ്ക്ക്. ഒരു വാഹനം നീ വരയ്ക്ക്. തലമുറയെ നീ വരയ്ക്ക്. പ്രൈസലോ. നീ 2 ഇരട്ട പിള്ളേരെ വേണം, ഇരട്ട കുഞ്ഞുങ്ങൾ വരയ്ക്ക്. ഹല്ലേലൂയ. ഫ്ലൈറ്റിൽ കയറണോ, ഫ്ലൈറ്റ് വരയ്ക്ക്. അതിൽ കയറുന്നതായിട്ട് വരയ്ക്ക്. പ്രൈസലോ. ഹല്ലേലൂയ. ഇന്ന് പകൽ എഴുതുന്നത് വരയ്ക്കുന്നവരും എഴുതുന്നവരും ഈ 2024 ചിലത് നിന്റെ ലൈഫിൽ സംഭവിക്കപ്പെടാൻ പോവുകയാണ്. ദൈവം പഠിപ്പിച്ചു കൊടുത്ത വിദ്യയാണ് ഈ വിദ്യ. ഈ ഐഡിയ അത് ദൈവത്തിന്റെ ഐഡിയ. അതിനെ നമ്മൾ അങ്ങ് റിസീവ് ചെയ്യുക. ദൈവം പറഞ്ഞു കൊടുത്ത ഐഡിയ നീ കാണണം, എഴുതണം, വരയ്ക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ചോ. ഭയങ്കരമായ സംഭവം നിങ്ങൾ ചെയ്യണം കേട്ടോ. വരയ്ക്കാൻ തുടങ്ങണം. വീട്ടിൽ ചെന്ന് കടയൊക്കെ വരയ്ക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളെല്ലാം വരയ്ക്കണം. നിങ്ങളുടെ വിഷൻസ്, നിങ്ങളുടെ ദർശനങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ എഴുതണം, അത് കൈവയ്ക്കണം. പിന്നെ അതിൻ്റെ പുറത്ത് നിങ്ങൾ വരയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ഈ 3 കാര്യങ്ങൾ, ഒന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആവലാതിയോടെ ഇന്ന് എന്നോട് ദൈവം സംസാരിക്കണമേ, പ്രവാചകനിലൂടെ എന്നോട് സംസാരിക്കണമേ, പാസ്റ്ററിലൂടെ ദൈവം സംസാരിക്കണമേ, ഒരു ദൂത് എന്റെ മേൽ കൈമാറ്റം ചെയ്യണമേ എന്നൊരു ആവലാതിയോടെ വരുന്ന ഒരു വിശ്വാസിക്ക് ദൈവം കൊടുക്കുന്നത് ഒരു ദർശനം കൊടുക്കും. ചിലപ്പോൾ ആ ദർശനത്തിന് ഒരു മങ്ങലുണ്ടാകാം. എന്നാൽ നീ ആത്മാവിൽ വീണ്ടും ധ്യാനിക്കുമ്പോൾ അത് വെളിപ്പെട്ട് വരും. അതിനെ നീ എടുത്ത് വളരെ വേഗത്തിൽ വീട്ടിൽ ചെന്ന് മറന്നു പോകാതെ എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം അതിനെ അങ്ങോട്ട് വരയ്ക്കാൻ തുടങ്ങണം, പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. പക്ഷേ ആ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുക. ഹല്ലേലൂയ. ഇനി സംഭവിക്കാൻ പോകുന്ന ഒന്ന്, ദൈവം ആരംഭത്തിൽ എന്താ ചെയ്തത്? ആകുലതയോടെ ആവലാതിയോടെ വന്നവന് ദർശനം കൊടുക്കുന്നു, അവനോട് എഴുതി വെക്കാൻ പറയുന്നു, വരയ്ക്കാൻ പറയുന്നു. പിന്നെ ദൈവം പറയുകയാണ് ഇതിനു വേണ്ടി ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വായിച്ചോ. പക്ഷേ ഈ വെയിറ്റിംഗ് പീരീഡിനകത്ത് ദൈവം പറയുന്ന ഒരു കാര്യം, നീ ബന്ധപ്പെടണ്ട, ഈ ദർശനത്തിൽ കയറ്റാൻ ദൈവം ബന്ധപ്പെടുകയാണ്. ഹല്ലേലൂയ. അതായത് നിനക്ക് ദൈവം തന്ന ദർശനം നിന്റെ മേൽ വീണതോടെ, നീ വരച്ചതോടെ, നീ എഴുതിയതോടെ, നീ പിന്നെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഈ ദർശനത്തിനൊരു തിടുക്കമുണ്ട്. ഈ ദർശനം തന്നവൻ ദൈവമാണ്. ഈ ദർശനം ഫുൾഫിൽ ആക്കേണ്ടത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. നിന്നോട് പറഞ്ഞതും കാണിച്ചതും ദൈവമാണെങ്കിൽ ഇന്ന് പകൽ ആ ദൈവം നിന്നെ ആ ദർശനത്തിൽ കയറ്റാൻ അതിന് വിരോധമായി എന്തൊക്കെ തടസ്സമുണ്ടെങ്കിലും അതിനെല്ലാം അടിച്ച് അതിനെല്ലാം വെട്ടി മാറ്റിയിട്ട് നിന്നെ ആ ദർശനത്തിനകത്ത് കയറ്റാൻ നീ ബന്ധപ്പെടുന്നതിനേക്കാളും, നീ വെയിറ്റ് ചെയ്യുന്നതിനേക്കാളും, നീ ഭാരപ്പെടുന്നതിനേക്കാളും, അയ്യോ എന്നോട് പറഞ്ഞ ദൂത് നിറവേറിയില്ലല്ലോ എന്ന് നീ ഭാരപ്പെടുമ്പോൾ, നീ ഭാരപ്പെടുന്നതിനേക്കാൾ അധികമായി, ബന്ധപ്പെടുന്നതിനേക്കാൾ അധികമായി നിന്നെ അതിനകത്ത് കയറ്റാൻ എന്റെ ദൈവം ഇന്ന് പകൽ ബന്ധപ്പെടുകയാണ്. ഭയങ്കര സംഭവമല്ലേ? നിങ്ങളോട് പറഞ്ഞ ദൂത് നിങ്ങൾ ബന്ധപ്പെടുന്നില്ല. നിങ്ങൾ പലപ്പോഴും ചൂടില്ലാതെ ആ പ്രവാചകൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു, എനിക്ക്
അത് കിട്ടും, ഇത് കിട്ടും, ജോലി കിട്ടും, അവിടെ പോകും. ഇതൊക്കെ പ്രവാചകൻ്റെ ജോലി. പ്രവാചകനോട് ദൈവം പറഞ്ഞു പോയിട്ട് പ്രവാചകന് പിന്നെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, ദൂത് പറഞ്ഞിട്ട് പോയാൽ മതി. ഹല്ലേലൂയ. പക്ഷേ ദൂത് നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കഴിഞ്ഞ വെള്ളിയാഴ്ച ദേവദാസം വന്ന് എന്താ പറഞ്ഞത്? ദൂതുണ്ട്, ഞാൻ നിന്നെ കനാൻ ദേശത്ത് എത്തിക്കുമെന്ന ദൂത് പറഞ്ഞത് ദൈവമാ. പക്ഷേ ആ ദൂത് നിറവേറാൻ വേണ്ടി മോശയും യോശുവയും കിടന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങിയോ? ദൈവം പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന് ജോലിയാ കിടന്നുറങ്ങാം, വന്നോ എന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയോ? അതിന് പകരം എന്ത് ചെയ്തു? അവർ രാജ്യങ്ങളെ കീഴടക്കി, അവർ ഉപവസിച്ചു, അവർ പ്രാർത്ഥിച്ചു, അവർ രട്ടെടുത്തു. ആ വാഗ്ദത്തത്തിനകത്ത് കയറാൻ വേണ്ടി അവരെന്ത് ചെയ്തു? പ്രാർത്ഥനയിലും ഉപവാസത്തിലും പോരാടി. ദൈവശബ്ദം കേട്ട് പലതിനെ, യെരിഹോമിനെ തകർത്തു, ചെങ്കടലിനെ വിഭാഗിച്ചു, മരുഭൂമിക്കകത്തുകൂടെ നടന്നു, അതിൻ്റെ അകത്തുള്ള പാമ്പുകളെ ചവിട്ടി മെതിച്ചു, പലവിധ കഷ്ടങ്ങളും, അനേക ജാതികളെ അവർ തകർത്തു, അനേക രാജ്യങ്ങളുമായി യുദ്ധം ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം. പലതിലൂടെ കയറി അവരവിടെ എത്തിയത്. പക്ഷെ അവരെ ദൈവം ഒറ്റയ്ക്കല്ല ഇത് ചെയ്യിപ്പിച്ചത്, അവരെ കൂടെ ചേർന്ന് നിന്ന് അവരെ ദൈവം ആലിംഗനം ചെയ്ത് അവരെ ആ വാഗ്ദത്തങ്ങളിൽ എത്തിക്കാൻ വേണ്ടുന്നതായ ഐഡിയകൾ ഓരോ സീസണിലും ദൈവം അവർക്ക് കൊടുത്തു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഇവിടെ ദൈവമാണോ ബന്ധപ്പെട്ടത്? ഇസ്രായേൽ ജനമാണോ? ദൈവം അവരെ പിടിച്ചിറക്കി കൊണ്ടുവന്നു. ഈ ജനത്തിന് തിന്നുക കുടിക്കുക എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. കറക്റ്റ് സമയത്ത് തീറ്റി കിട്ടിയില്ലെങ്കിൽ ആകെ പ്രശ്നം. അവർക്ക് തിന്നണം, അവർക്ക് ഇറച്ചി കിട്ടിയില്ല, ബഹളം. ഇവർക്ക് കനാൻ ദേശം വേണ്ട. ഇന്നത്തെ ജനത്തിന്റെ അതേ അവസ്ഥ തന്നെ അന്നും. ഇവർക്ക് സമയത്തിന് ഫുഡ് കിട്ടണം. ഇവർ പാളയത്തിനകത്ത് ഒരുമിച്ച് കിടക്കുകയാണ്. ഇവരെന്തിനാ ഇറങ്ങി തിരിച്ചത്? മിസ്രൈമിൽ നിന്ന് എന്ത് പറഞ്ഞാ ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നത്? പാലും തേനും ഒഴുകുന്ന ഇതിന്റെ ഒരു നിഴലാണ്. അതായത് നിത്യതയിലേക്ക് ജനത്തെ കൊണ്ടുവരുന്നതിന്റെ നിഴലാണ് കനാൻ ദേശം എന്നൊക്കെ പറഞ്ഞത്. എന്നുവെച്ചാൽ ഒരു സംഭവം നമുക്ക് കാണിച്ച ദൃഷ്ടാന്തം കാണിച്ചിരിക്കുക. പുതിയ നിയമവിശ്വാസികളായ നമുക്ക് ഒരു വലിയ ദൃഷ്ടാന്തമായ സ്റ്റോറി, നടന്ന കാര്യം ദൃഷ്ടാന്തമാക്കി ഉദാഹരണ സഹിതം വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്കുള്ള ദൂതാണ്. പുതിയ നിയമവിശ്വാസികൾക്കുള്ള ദൂതാണ് പഴയ നിയമം. നീ ഇത് തിരിഞ്ഞു നോക്കിക്കൊണ്ട്, അത് പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പറഞ്ഞത്, 10-ാം അധ്യായത്തിൽ പറഞ്ഞത് ദൃഷ്ടാന്തം. ഹല്ലേലൂയ. അവരെ ദൈവം വിളിച്ചത് കനാൻ ദേശത്തേക്കാണ്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കാണ്. ദൈവം ദൂത് പറഞ്ഞു, ഞാൻ നിങ്ങളെ കനാൻ ദേശത്ത് കൊണ്ടുപോകും, പാലും തേനും ഒഴുകുന്ന ദേശം, അവിടെ ഞാൻ നിങ്ങളെ എത്തിക്കും. ഹല്ലേലൂയ. പക്ഷെ ജനത്തിന് കനാൻ ദേശം, പാലും തേനും ഇതൊന്നും ഹൃദയത്തിലില്ല. ഹല്ലേലൂയ. ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കാൻ വേണ്ടി ദൈവമാണ് ബന്ധപ്പെടുന്നത്. എൻ്റെ ജനത്തിനോട് ഞാൻ പറഞ്ഞ ദൂത് അനുസരിച്ച് അവരെ എങ്ങനെയെങ്കിലും എനിക്ക് അവരെ എത്തിച്ചേ പറ്റൂ. 40 ദിവസം കൊണ്ട് എത്തേണ്ട സ്ഥലം ദൈവത്തിന്റെ റൂട്ട് ദൈവത്തിന്റെ ഇവരുടെ സ്വഭാവം കൊണ്ട് മാറ്റി. ഇവരുടെ സ്വഭാവം കൊണ്ടാണ് മാറിയത്. വെറും 40 ദിവസം കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് 40 വർഷമെടുത്തു. അതിന് കാരണം ഇവരുടെ ഹൃദയത്തിൽ എന്തില്ല? ദർശനമില്ല. ഇവര് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവർക്ക് അവിടെ കിട്ടാത്ത ഇറച്ചി, 400 വർഷമായിട്ട് ഇവിടെ കിടക്കുന്ന ഇറച്ചി തിന്നിട്ട് കുറേ നാളായി. ഞങ്ങൾക്ക് നല്ല ബീഫും പൊറോട്ട എവിടെ കിട്ടും? ഗുഡ് മോർണിംഗ് ഹോട്ടലിൽ കിട്ടും. പോണ വഴിയിൽ അതുകൊണ്ട് റൂട്ട് അവിടെ ആക്കി നേരെ പോയത്. പക്ഷേ അവര് പൂജപ്പര വഴിയാക്കി കളഞ്ഞവർ റൂട്ട്. അവർ പോകേണ്ടത് പാളയം വഴി പോകേണ്ടതാ. പക്ഷേ പൂജപ്പരയിൽ ഗുഡ് മോർണിംഗ് ഹോട്ടലിൽ 11 മണി വരെ എന്തുണ്ട്? പൊറോട്ടയും ബീഫും ഉണ്ട്. ഹല്ലേലൂയ. ഇപ്പൊ റൂട്ട് മാറിപ്പോയി. അവരുടെ ചിന്തയിൽ നല്ല ബീഫും വിറകടുപ്പിൽ വെച്ച പൊറോട്ടയും. ഹല്ലേലൂയ. മോശ പറഞ്ഞു റൂട്ട് അതല്ല, നമുക്ക് ഇതുവഴി പോവാം. അല്ല, എന്തായാലും വന്നു ഇറങ്ങി. വർഷങ്ങളായി ഞങ്ങൾ പൊറോട്ട കഴിച്ചിട്ട്. ഹല്ലേലൂയ. ഒരു 15 മിനിറ്റ് ലേറ്റായാലും, അരമണിക്കൂർ ലേറ്റായാലും നോ പ്രോബ്ലം. ഇന്ന് ബാലയണ്ണൻ്റെ മട്ടൻ തിന്നിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. കരമന ചെന്നാൽ ബാലയണ്ണൻ്റെ എന്ത് ചെയ്യാം? മട്ടൻ തന്നെ. അത് കഴിച്ചിട്ട് നമുക്ക് പോവാം. ഈ റൂട്ട് മാറ്റിയത് ദൈവമാണോ ഇവരാണോ? അവർ പറഞ്ഞു ഞങ്ങൾ ഇറച്ചി വേണം. ഭയങ്കര ബഹളം. ഞങ്ങൾക്ക് എന്ത് വേണം? വെള്ളം വേണം, കുടിക്കാൻ നല്ല പ്യുവർ വാട്ടർ വേണം, ഞങ്ങൾക്ക് ഇതുവരെ കഴിക്കാത്ത ഭക്ഷണം വേണം. അപ്പൊ ഇവരുടെ അടിയൊക്കെ ഏതാ? ലോ ക്ലാസ് പ്രശ്നമാണ്. ഫുഡിന് വേണ്ടി അടി.
ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റു, ഫുഡ് കിട്ടിയില്ല. പുട്ടവിടെ, ഇഡ്ഡലി എവിടെ, ഇടിയപ്പം എവിടെ? ബഹളം. എടാ 400 സംവത്സരമായി നീ കിടക്കയല്ലേ? നീ ഉള്ളി തിന്നുകൊണ്ട് കിടന്നയല്ലേ? നീ വെളുത്തുള്ളി തിന്നുകൊണ്ട് കിടന്നയല്ലേ? പ്രൈസ് ദി ലോർഡ്. നീ എന്തിനാ ഈ പുട്ടിന് വേണ്ടി അടിക്കുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞത് പാലും തേനും ഒഴുകുന്ന ദേശത്ത് കൊണ്ടുവന്നല്ലേ നിന്നെ വിളിച്ചിറക്കിയത്. ഒരല്പ ദിവസം നീ വെയിറ്റ് ചെയ്താൽ നിന്നെ ആ ദേശത്ത് എത്തിച്ചാൽ നിനക്ക് സന്തോഷമായി ജീവിച്ചൂടെ? നീ എന്തിനാ ഇനി അനാവശ്യമായ വിഷയങ്ങളിൽ അടിപിടി കൂടി ജീവിക്കുന്നത്? എന്തിനാ ഈ അനാവശ്യമായ ചെറിയ വിഷയങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജീവിക്കുന്നത്? നിനക്കതങ്ങ് മാറ്റിവെച്ചൂടെ? നിന്റെ വാഗ്ദത്തം വെളിപ്പെടാൻ സമയമാകുമ്പോൾ നിന്നെ കൊണ്ട് പിശാച് പിറുപിറുക്കുന്നവനാക്കി, ഹല്ലേലൂയ, വൃത്തികെട്ട വാക്ക് പറയുന്നവനാക്കി, ചീത്ത വിളിക്കുന്നവനാക്കി, മത്സരിക്കുന്നവനാക്കി, പിറുപിറുക്കുന്നവനാക്കി, ഹല്ലേലൂയ, നിന്നെ മാറ്റുവാൻ പിശാച് അടുത്ത് വരുമ്പോൾ വചനം പറയുന്ന അലറുന്ന സിംഹം പോലെ നിനക്ക് ഇടർച്ച വരുത്താൻ, നിന്റെ വാഗ്ദത്തങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ പിശാച് നിന്റെ അടുക്കൽ വരുമ്പോൾ അതിന് വിരോധമായി അതിന്റെ തോളിൽ കൈയിട്ട് നീ നിന്നാൽ നീ മരുഭൂമിയിൽ പട്ടുപോകും. ഹല്ലേലൂയ. ദൈവം ഇവരോട് വിളിച്ച് എല്ലാവരോടും പറഞ്ഞു. ആരോടെങ്കിലും ഒരാളോടാണ് പറഞ്ഞത്. ദൈവത്തിന് ഒരു മുഖപക്ഷമില്ലാത്ത ഒരു ദൈവം ഉണ്ടെങ്കിൽ നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ. മോശയെ ദൈവം വിളിച്ചാക്കിയെന്നേ ഉള്ളൂ ഒന്ന് ലീഡ് ചെയ്യാൻ. പക്ഷേ ഇത്രയും ജനത്തിനെയും എല്ലാവരെയും ദൈവം സ്നേഹിക്കുക. എല്ലാവർക്കും ഒറ്റ ദൂത കനാൻ ദേശം. പക്ഷെ അത്ര പേര് അവിടെ കയറിയത് ഏകദേശം 10 ഇത്ര ലക്ഷം പേരാ മരിച്ചുപോയത്. അവിടെ മരുഭൂമിയിൽ വെച്ച് എല്ലാവരും എന്ത് ചെയ്തു? പട്ടുപോയി. ആരുടെ കുറ്റം? ദൈവമാണ്. മോശയുടെ കുറ്റമാണ്. മോശ രാവും പകലുമില്ല ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക, കരച്ചില്ല. ദൈവം പറയാണ്, മോശ ഇവന്മാരെല്ലാം തട്ടിക്കളയ, നിന്നെ ഞാൻ വേറൊരു ജാതിയാക്കാം. മോശ പറഞ്ഞു, ദൈവമേ, ഞാൻ വിളിച്ച് കൊണ്ട് ഇറക്കിയത്, എന്നെ നാണം കെടുത്തരുത്, ഇവരോട് ക്ഷമിക്കണമേ, ഇവരെ കൊല്ലരുതേ എന്ന് പറഞ്ഞ് നിലവിളിയാ മോശ. ഇവരെ നശിപ്പിക്കരുത്, ഇവരെ തകർക്കരുത്, ഇവരെ കൊല്ലരുത്, എന്നോട് കരുണ കാണണം. മോശയുടെ നിലവിളി കാരണം ദൈവം അതിനെ പലതിനെ നീക്കുപോക്ക് കൊടുക്കുക. ഇവരുടെ ഹൃദയത്തിനകത്ത് വിഷനില്ല, ദർശനമില്ല. ഇവർക്ക് ഉണ്ടാകേണ്ട ദർശനം നിത്യതയെക്കുറിച്ചുള്ള ദർശനമാണ്. പുതിയ നിയമവിശ്വാസികളെ നമുക്കുണ്ടാകേണ്ട ദർശനം, ഹല്ലേലൂയ, ഒരു നിത്യത നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഈ നിത്യതയെ മറക്കുമ്പോഴാണ് നമ്മൾ ഈ ഭൂമിയിലുള്ള ജഡത്തിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ. കൊലോസ്യർ 3:1 പറയുകയാണ്, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. നിങ്ങൾ ഭൂമിയിലുള്ളതിനെ ചിന്തിക്കുന്നത് വിട്ടിട്ട് നിങ്ങൾ ഉയരത്തിലുള്ളതിനെ ചിന്തിപ്പീൻ. നിങ്ങൾ ഉയരത്തിലുള്ളതിനെ ചിന്തിപ്പീൻ. നമ്മൾ എപ്പോഴാണ് ഇനി തിരിഞ്ഞു വരുന്നത്? ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പട്ടുപോയതുപോലെ നിന്നെ വിളിച്ചു വേർതിരിച്ച എന്റെ ദൈവം നിന്നെ നോക്കി സങ്കടപ്പെടുകയാണ്. നീ പട്ടുപോകാനല്ല ദൈവം നിന്നെ വിളിച്ചത്, നശിച്ചു പോകാനല്ല വിളിച്ചത്, മരുഭൂമിയിൽ തകർന്നു പോകാനല്ല. നിന്നോടുള്ള ദൂത് നിത്യ കൂടാരത്തിനകത്ത്, നിത്യ ജീവനകത്ത് നിന്നെ കാണാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ പിശാച് അലറുന്ന സിംഹം പോലെ നിന്റെ അടുക്കൽ വന്ന് നിന്നെ മരുഭൂമിയിൽ ഒന്നുമല്ലാതെ പട്ടുപോകാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇതിന്റെ ഒരു ചിത്രം. ദൈവം ഒരിക്കലും നമ്മളെ പാലും തേനും ഒഴുകുന്ന ദേശം എന്ന് പറഞ്ഞാൽ ഒരു ദർശനവും വെളിപ്പാടും തന്നാൽ നിന്നേക്കാൾ ഉപരി നിന്നെ ആ ദേശത്തിൽ, ആ വാഗ്ദത്തത്തിനകത്ത് കയറ്റാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. സ്വർഗത്തിലെ ദൈവമാണ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് നിന്നെ എങ്ങനെയെങ്കിലും അതിലെത്തിക്കാൻ. അല്ലേ? എല്ലാ ദിവസവും രാവിലെ ദൈവം എന്ത് ചെയ്യും? ഇറങ്ങി വരും. എല്ലാ ദിവസവും രാവിലെ ഈ ദൈവം ഇറങ്ങി വരും. അവർക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. ദൈവത്തിന് വെപ്രാളമായി. അയ്യോ, ഇനി ഭക്ഷണം കൊടുത്തില്ലേ യവന്മാർ കളഞ്ഞിട്ട് പോകും. കാരണം ദൈവം പറഞ്ഞൊരു വാക്കല്ലേ, ഞാനാ പറഞ്ഞത് കനാൻ ദേശത്ത് എത്തിക്കാൻ ഇവരെ പിടിച്ചിറക്കിയത്. യവന്മാരെല്ലാം കൂടെ തിരിഞ്ഞ് ഓടിക്കളഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവനുള്ള ആൾക്കാർ എന്നെ, ദൈവം പറയും, എന്നെ കുറ്റപ്പെടുത്തും. ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ ഇവർ ചെതറിപ്പോയി, നശിച്ചുപോയി. ഒരു ഫുഡ് കൊടുക്കാത്ത ദൈവം. അതുകൊണ്ടാണ് ദൈവം പലപ്പോഴും മുട്ടായി തരുന്നത് പോലെ നീ ചോദിക്കുന്ന വീട് തരുന്നത്, നീ ചോദിക്കുന്ന കാറ് തരുന്നത്, നീ ചോദിക്കുന്ന ശമ്പളം തരുന്നത്, നീ ചോദിക്കുന്ന തലമുറയെ തരുന്നത്, നീ ചോദിക്കുന്ന എല്ലാം ഈ ഭൂമിയിൽ ദൈവം തരുന്നത് നിന്നെ
യഥാർത്ഥത്തിൽ ഇത് തരുന്നത് എന്താണെന്നറിയാം? നീ ഇതിന്റെ പേരിൽ പുറകിലോട്ട് പോയാൽ ദൈവത്തിന് നാണക്കേടാ. അതായത് ഇത് തരുന്നത് നിന്നെ തൽക്കാലം ഒരു കുട്ടിക്ക് മുട്ടായി കൊടുക്കുന്നത് പോലെയാണ് ഈ ഭൂമിയിൽ നിനക്ക് ചോദിക്കുന്ന ജോലിയും വരുമാനം. പക്ഷെ ഇതൊന്നും നിലനിൽക്കുന്നതാണോ? ഇന്ന് ദൈവം നിന്നെ വിളിച്ചാൽ നീ വന്നത് വലിയ കാറില്ല, ഈ കാറും കൂടെ കൊണ്ടുപോകാന്ന് വിചാരിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. നീ 2 നില വീടുണ്ട്. എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ സ്ഥലം, എൻ്റെ ഡ്രസ്സ്. നിങ്ങൾ ഇഷ്ടം പോലെ ഡ്രസ്സുകൾ വാങ്ങിച്ചു എല്ലാ ദിവസവും ഡ്രസ്സിൽ തൊട്ട് കണ്ണിൽ ഇങ്ങനെ വയ്ക്കുമല്ലോ. നല്ല ഡ്രസ്സ്, കുറച്ച് ഗോൾഡ് ഉണ്ടല്ലോ, ഗോൾഡൊക്കെ എടുത്ത് നോക്കിയിട്ട് വീണ്ടും വേണം ഒഴിച്ച് വെച്ച്. കാറിൻ്റെ ചാവി, കാറ് തൊട്ട് നോക്കുന്നു, വീട്, ഓ എൻ്റെ വീട്. ഞാൻ പറയട്ടെ, ഇന്ന് നീ മരിച്ചാൽ ഇതൊക്കെ കൊണ്ടുപോകുന്നേ. നമ്മളിതൊന്നും കൊണ്ടുപോകുന്നില്ല. നിമിഷ നേരം, സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ വായു, നമ്മുടെ അകത്തുള്ള ആത്മാവിനെ ദൈവം പുറത്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ താഴോട്ടൊന്ന് നോക്കാൻ പോലും നമുക്ക് സമയമില്ല. പ്രൈസ് ദി ലോർഡ്. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ കിടന്ന് അടികൂടുന്നത്. ഇതിന്റെ പേരിലാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും പ്രശ്നവും. ഇതെല്ലാത്തിന്റെ പുറകിൽ താൽക്കാലികമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. വീണ് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വഴക്ക് കൂടിക്കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ഹാർട്ട് അറ്റാക്ക് ഒന്ന്. അപ്പം നമ്മൾ അടിക്കാൻ കൈ പൊക്കിയതിനായിരിക്കും വെള്ളം വായി തരണത്. പാവം BP കയറി എന്ത് ചെയ്തു? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മളെവിടെ ഭയങ്കരമായിട്ട് കോപിഷ്ഠനാവരുത്. കാരണം രക്തം അങ്ങോട്ട് തിളച്ച് കയറി ഇപ്പോഴും ഈ കൊറോണയുടെ ഇഞ്ചക്ഷൻ കൂടെ എടുത്തുകൊണ്ട് നിന്റെ ഹാർട്ട് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഒരിക്കലും അനാവശ്യമായ കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ട്, ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇടപെട്ട് നിന്നെ ദൈവം വിളിച്ച ദർശനത്തിൽ നിന്ന് നീ പുറകോട്ട് പോകരുത്. നീ ഒരു വാശിയോടെ നിൽക്കണം. ഈ താൽക്കാലിക പ്രശ്നങ്ങളുടെ നടുവിൽ, വിഷയങ്ങളുടെ നടുവിൽ, ഈ താൽക്കാലികമായ ഈ ലോകത്തിൽ ലഭിക്കേണ്ട ചില വിടുതലുകൾ, പിന്നെ രോഗസൗഖ്യം എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു തലമുറയെ കിട്ടിയില്ല, വിവാഹം നടന്നില്ല എന്ന് പറഞ്ഞ് നീ യേശുവിനെ തള്ളി പറഞ്ഞ് പോകരുത്. കാരണം ഇതെല്ലാം വിട്ടിട്ട് ഒരു നാളിൽ നമുക്ക് പോകേണ്ടതാണ്. നമ്മുടെ ഭർത്താവിനെ വിടണം, ഭാര്യ വിടണം, മക്കളെ വിടണം. ഇവരാരും നമ്മളെ ഇവിടെ ഒന്നും വിലയുള്ളതല്ല. ഒരു നിമിഷം കൊണ്ട് തീരുന്ന ബന്ധങ്ങളാണിത്. ഒരു നിമിഷം കൊണ്ട് തീരുന്നതാണ് സകല ബന്ധങ്ങളും, സകല സ്നേഹബന്ധങ്ങളും, സകല വസ്തുവകകളും, വീടുകളും, സ്ഥലങ്ങളും, നിലങ്ങളും. ഇതൊന്നും നമ്മുടേതല്ല. ഇത് താൽക്കാലികമാണ്. ഇത് മറ്റുള്ളവർ അനുഭവിക്കേണ്ടതാണ്. ഇതിനു വേണ്ടി നീ ബലാത്കാരമായി നിൽക്കരുത്. ദൈവം പറഞ്ഞു, മക്കളെ, നിങ്ങൾ കനാൻ ദേശത്തെ വിഷൻ, നിനക്ക് ഞാൻ കനാൻ ദേശമാ, പാലും തേനും ഒഴുകുക, അത് ഞാൻ നിനക്ക് വെച്ചിരിക്കുക. നീ ഇവിടെ കിടന്ന് മത്സരിക്കരുതേ. കോരഹിനോടും പുത്രന്മാരോടും പറഞ്ഞു, മോശയോട് മത്സരിക്കരുതേ. നീ ഒന്ന് മത്സരം നിർത്ത്. പ്രൈസ്, നീ ഒന്ന് പിറുപിറുപ്പ് നിർത്ത്. പക്ഷേ കേൾക്കാൻ ആര് കേൾക്കാൻ? ചാവാനുള്ളവൻ കേൾക്കത്തില്ല. നമ്മളിനി തലകുത്തന നിന്ന് ഇനി എന്തൊക്കെ പറഞ്ഞാലും യൂത മാനസാന്തരപ്പെടത്തില്ല. അവൻ കെട്ടി തൂങ്ങി ചത്തവന്റെ കുടല് വെളിയിൽ വരാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുക, നേരത്തെ എഴുതി വെച്ചിരിക്കുക അവനെ കുറിച്ച്. രക്തനിലം. ഹല്ലേലൂയ. യൂതയെ കുറിച്ച് നേരത്തെ എഴുതി വെച്ചിരിക്കുക. അവൻ എന്ത് ചെയ്യും? ദൈവത്തെ തള്ളിപ്പറയും, അവൻ തൂങ്ങിച്ചാവും, അത് പൊട്ടി തറയെ വീഴും, അവന്റെ കുടല് വെളിയിൽ ചാടും. അതിന് രക്തനിലം എന്ന പേരാകും. പിന്നെ ഇവനെ ആര് കർത്താവ് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് പോലും ഇവന് മാനസാന്തരമില്ല. അതുകൊണ്ട് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ നമുക്ക് പറ്റത്തില്ല, അത് വേറെ കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ രക്ഷപ്പെടുന്നവനെങ്കിലും രക്ഷപ്പെടട്ടെ. അതുകൊണ്ട് നമ്മൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, രക്ഷപ്പെടുന്നവരെങ്കിലും വചനം കേട്ട് നന്നായി രക്ഷപ്പെടട്ടെ. കാരണം നിന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം, ദർശനം, നീ ബന്ധപ്പെടുന്നതിനേക്കാൾ ഉപരി നിന്നെ ആ ദർശനത്തിൽ എത്തിക്കാൻ വേണ്ടി ദൈവം ബന്ധപ്പെടുക. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പോയിന്റ്. ഞാൻ ബന്ധപ്പെടുക, ദർശനം ബന്ധപ്പെടുക. നിന്നെ രാജാവാക്കാൻ ദർശനം ബന്ധപ്പെടുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ ടൈം സോൺ എന്ന് പറയും. ദൈവത്തിന്റെ ടൈം സോണിനകത്ത് ഇന്ന് പകൽ നീ കയറിയാൽ നിന്റെ ചരിത്രം മാറാൻ പോകുക. നീ ദർശനമുള്ളവനായി, നീ കണ്ടതിനെ എഴുതി വെച്ച് പിന്നെ അതിനെ വരച്ച് കാത്തിരിക്കുന്ന മനുഷ്യനാണെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, ഈ സീസൺ ദൈവത്തിന്റെ ടൈം സോണിനകത്ത് നീ കയറാൻ പോവുക. ദൈവത്തിന്റെ ടൈം സോണിനകത്ത് നീ കയറാൻ പോകുന്നു. ദൈവത്തിന്റെ ടൈം സോണിനകത്ത് നീ കയറുമ്പോൾ നിന്റെ ചരിത്രം മാറാൻ പോവുക. നിമിഷ നേരം കൊണ്ട് നിന്റെ ചരിത്രം മാറാൻ പോകുന്നു. കഴിഞ്ഞ നാളിതുവരെ ഒരാട്ടിടനായി നടന്ന ദാവീദിന്റെ ജീവിതത്തിൽ ഒരു നിമിഷം കൊണ്ട് ദൈവത്തിന്റെ ടൈം സോൺ വന്നപ്പോൾ അവൻ രാജാവായി മാറുക.
അവൻ രാജാവായി മാറുകയാ. അവന്റെ ചരിത്രം മാറുകയാ. അവന്റെ ചരിത്രം മാറുകയാ. ഒരു നിമിഷം കഴിഞ്ഞ ദിവസം വരെ അവൻ ആട്ടിടയനായിരുന്നു, അവൻ കാട്ടിനകത്തായിരുന്നു. പക്ഷേ തൈലം വീണപ്പോൾ, പ്രവാചകൻ ദൂത് പറഞ്ഞപ്പോൾ അവൻ രാജകീയ അഭിഷേകം വന്നു. അവൻ ദൈവത്തിന്റെ ടൈം സോണിനകത്ത് കയറി. അവൻ സിംഹത്തെ വലിച്ചു കയറി, അവൻ കരടിയെ വലിച്ചു കയറി. അവൻ രാജകീയ അഭിഷേകമുള്ളവനായി മാറി. ഇന്ന് പകൽ ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുക. എന്റെ ദൈവം അതിലോട്ട് ബന്ധപ്പെടുക. നിന്നെ എങ്ങനെയെങ്കിലും ആ ദൂതിനകത്ത് കേട്ടാൽ ദൈവത്തിന്റെ ടൈം സോൺ വരിക. നിന്നെ രാജാവാക്കാൻ പോകുന്നു. നിന്റെ ചരിത്രം മാറാൻ പോകുന്നു. ഒരു രാജകീയ അഭിഷേകം നിന്റെ മേൽ വീഴാൻ പോകുന്നു. നിന്റെ ലെവല് മാറാൻ പോവുക. ഒരു വലിയ അഭിഷേകം. ഗ്ലോറി. ഹല്ലേലൂയ ജീസസ്. ഒറ്റ സെക്കൻഡ് കൊണ്ടാണ് മനുഷ്യന്റെ ചരിത്രം മാറുന്നത്. ഒരു സെക്കൻഡ് കൊണ്ട്. ഹല്ലേലൂയ. ക്രോണോസിൽ നിന്ന് കൈറോസിലോട്ട് നീ കയറുമ്പോൾ, ആ മാനുഷികമായ ലോകത്തിന്റെ സമയത്തിൽ നിന്നും ദൈവത്തിന്റെ സമയത്തിനകത്ത് നീ കാലിൽ വിട്ടുമ്പോൾ നിന്റെ കൾച്ചർ മാറുകയാണ്, നിന്റെ ചരിത്രം മാറുകയാണ്, നിന്റെ സിസ്റ്റം മാറുകയാണ്. നീ അടുത്ത ലെവലിൽ കയറുകയാണ്. ഇന്ന് പകരം സംഭവിക്കപ്പെടാൻ പോയാണ്. ദർശനം കണ്ടവരെ, ദൂത് കേട്ടവരെ, പ്രവചനം കേട്ടവരെ, പ്രവാചകന്മാരുടെ കൈവപ്പ് കിട്ടിയവരെ, ഇന്ന് പകൽ നീ കാത്തിരിക്കുന്ന ആ ദർശനത്തിന്റെ അവധി സമയമായിരിക്കുക. നീ ടൈം സോണിനകത്ത് കയറുമ്പോൾ ഇന്ന് പകൽ രാജകീയ അഭിഷേകം. ഓ, പരിശുദ്ധാത്മാവിന്റെ ശക്തി. ദൈവത്തിന്റെ സഭ റിവൈവലിന്റെ ടൈം സോണിൽ കയറാൻ പോവുക. ദൈവത്തിന്റെ സഭ ഉണർവിന്റെ ടൈം സോണിൽ കയറാൻ പോവുകയാണ്. ദൈവത്തിന്റെ സഭ ദർശനത്തിന്റെ ടൈം സോണിൽ കയറാൻ പോവുകയാണ്. ദൈവത്തിന്റെ സഭ അടുത്ത റിസറക്ഷനിൽ കയറാൻ പോവുകയാണ്. ദൈവത്തിന്റെ സഭയുടെ, ദൈവത്തിന്റെ ജനത്തിന്റെ അടുത്ത സീസൺ വെളിപ്പെടുകയാണ്. യെസ് 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 ഫയർ. Rakamarashatu, Reshe Parashata, Roko Reshe Ripa, Ripa Rashata Lapa, Rakapa Papa, Ripa Rashata, Rika Papa Papa, Ripa Rakatala, Ripa Ho, Richi Ripo. Yes, 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 yes. Fire. Oh Jesus. Hallelujah. നിന്നെ കാണിച്ച ദർശനത്തിലേക്ക്, നീ വരച്ചു വച്ചതിലേക്ക്, നീ എഴുതി വെച്ച് പ്രാർത്ഥിച്ച വിഷയങ്ങളിലേക്ക്, ഇതിനകത്ത് ആരെങ്കിലും എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? വരയ്ക്കുന്നവര്, വരച്ചിട്ടുള്ളവരുണ്ടോ? ഞാൻ ആത്മാവിൽ ദൂത് പറയാം, നീ അത് സോണിനകത്ത് കയറാൻ പോവുക. നീ ടൈം സോണിനകത്ത് കയറാൻ സമയമായി. നിന്റെ ദർശനത്തിന് ഒരു അവധി വെച്ചിരുന്നത് ദൈവമാണെങ്കിൽ അതേ ദൈവം ബന്ധപ്പെടുകയാണ് നിന്നെ അതിനകത്ത് കയറ്റാൻ. നീ അതിനകത്ത് കയറാൻ പോവുക. നിന്റെ ലൈഫിൽ വെളിപ്പെടാൻ പോവുക. നിന്റെ കെട്ട് പൊട്ടുന്ന ദിവസമാണത്. അതിന്റെ സമയമായി. ദർശനത്തിന്റെ സമയം, വാഗ്ദത്തം വെളിപ്പെടാനുള്ള സമയം, രാജകീയ അഭിഷേകം വെളിപ്പെടാനുള്ള സമയം, ഫൈനാൻസ് വെളിപ്പെടാനുള്ള സമയം, ഓ വർദ്ധിക്കാനുള്ള സമയം, റിവൈവലിന്റെ സമയം. യെസ്. ഭാര്യാപുര യോനാച്ചൻ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ അഭിഷിക്തൻ ഇന്ത്യയെ നോക്കി ഒരു പ്രവചനം പറഞ്ഞിട്ടുണ്ട്. വടക്ക് നിന്നൊരു വാള് വരും, തെക്ക് നിന്നൊരു അഗ്നി പുറപ്പെടും. വടക്കുള്ള അഭിഷിക്തന്മാരെ അടിച്ചും വെട്ടിയും കൊന്നും മുടിച്ചോണ്ടിരിക്കുകയാണ്. അവിടെ വാളിറങ്ങിക്കഴിഞ്ഞു. ഇതാ അങ്ങനെയാണെങ്കിൽ ഒരു റിവൈവലിന്റെ തീ ഈ തിരുവനന്തപുരത്ത് നിന്ന്, നമ്മുടെ സഭയ്ക്കകത്ത് നിന്ന്, ഈ തെക്ക് നിന്ന്
ഒരു തീ, ഒരു അഗ്നി, ഒരു റിവൈവൽ, അത് ഡിക്ലെയർ ചെയ്ത് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ നീ ഒരു തീയാകാൻ പോകുന്നു. നീ പോലും, നീ പ്രാർത്ഥിക്കാത്ത നീ, ആരാധിക്കാത്ത നീ, ബൈബിൾ എടുക്കാത്ത നീ, വിശ്വസിക്കാത്ത നീ, ദൂതിനെ വിശ്വസിക്കാത്ത നീ, എതിരായി നിൽക്കുന്ന നീ ഒരു തീയായി മാറാൻ, നിന്റെ ചരിത്രം മാറാൻ, നിന്റെ പേഴ്സണാലിറ്റി മാറാൻ, നിന്റെ വ്യക്തിത്വം മാറാൻ. യെസ്, ഹല്ലേലൂയ ജീസസ്. എന്ന് ഞാൻ പറയട്ടെ, നീ എത്ര ദൈവത്തിനോട് മറുതലിച്ചു നിന്നാലും, നീ എത്ര പിന്മാറ്റത്തിൽ പോയാലും, നീ എത്ര ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറാൻ ശ്രമിച്ചാലും, നീ എത്രത്തോളം നീ കർത്താവുമായിട്ട് ബന്ധമില്ലാതെ ഓടാൻ ശ്രമിച്ചാലും, ദൈവത്തിന്റെ ടൈം വരുമ്പോൾ നീ ആള് മാറും. ഇത് ഞാനാണോ എന്ന് നീ ചിന്തിക്കും. ശൗലിന്റെ സ്ഥിതി മാറിയത് കണ്ടോ? ശൗല് വന്നത് പ്രവാചകനെ കാണാനല്ല, ശൗല് വന്നത് പ്രവാചകനെ കാണാനല്ല. പ്രൈസ് ദി ലോർഡ്. കഴുതയെ പിടിക്കാനാ. കഴുതയെ കണ്ടില്ല എന്ന് പറഞ്ഞ് ബെന്യാമിൻ ഗോത്രത്തിലുള്ള ശൗല് കഴുതയെ കാണാൻ വന്നതാ. എനിക്ക് നഷ്ടപ്പെട്ട കഴുതയെ കാണാൻ വന്ന 6 അടി 7 അടി പൊക്കമുള്ളവൻ, സുന്ദര കുട്ടപ്പൻ, അപ്പന്റെ കഴുതകളെ മേയ്ക്കുന്നവൻ. അവനും അവന്റെ അപ്പന്റെ മൈൻഡ് സെറ്റപ്പിനകത്ത് ഒറ്റ വിചാരമുള്ള ബിസിനസ്. നമ്പർ 1 ബിസിനസ്സുകാരവര്. കഴുതയുടെ ബിസിനസ്സാ. ഹല്ലേലൂയ. അവന്റെ ഹാർട്ടിനകത്ത്, അവന്റെ മൈൻഡിനകത്ത് ഇന്ന് വരെ ഒരു സ്വപ്നം പോലും കണ്ടിട്ടില്ല യെരൂശലേം ഇസ്രായേലിന്റെ രാജാവാകുമെന്ന്. അവന് ചിന്തിക്കാൻ പറ്റത്തില്ല. അവന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ ലോക്കൽ ചിന്തയാ. അവന്റെ മൈൻഡ് സെറ്റപ്പ് ലോക്കലാ, ചെറുതാ, ഇടുക്കമുള്ളതാ. അവന്റെ മൈൻഡിൽ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും അടുത്തൊരു കഴുതയെ കൂടെ എങ്ങനെ വാങ്ങിക്കാന്നുള്ളതാ. ഒറ്റ നിമിഷം കൊണ്ട് മൈൻഡ് സെറ്റപ്പ് മാറിയില്ലേ? അവൻ കഴുതയെ കാണാൻ വന്നപ്പോൾ ആരെ കണ്ടു? ശമൂവേൽ എന്ന പ്രവാചകനെ കണ്ടു. പ്രവാചകൻ വന്ന് പറഞ്ഞു, നിന്റെ കഴുതയൊക്കെ കാണാതെ പോയതിൻ്റെയൊക്കെ പുറകിൽ ദൈവത്തിന്റെ കരവാ. നിന്റെ കഴുതയല്ല വിഷയം, നിന്റെ കഴുതയൊക്കെ തിരിച്ചു കിട്ടും, പക്ഷെ നീ അതിനെ ഇനി മേയ്ക്കാൻ നടക്കത്തില്ല. നിന്റെ പരിപാടി തീർന്നു, നിന്റെ തിരിവ് ആരംഭിക്കാൻ പോവുക. ഇന്ന് പകൽ ഈ ദൂത് കേൾക്കുന്ന ചിലരോട് പറയുക, ടൈം സോൺ, ദൈവത്തിന്റെ ടൈം സോണിനകത്ത് നീ കയറുമ്പോൾ നിന്റെ എല്ലാ പരിപാടിയും നിൽക്കും. നീ തിരിയാൻ പോവുക, നീ തിരിയാൻ പോകുന്നു. നിന്റെ കഴുത കച്ചവടം നിൽക്കാൻ പോവുക, നിന്റെ റിയൽ എസ്റ്റേറ്റ് പരിപാടി നിൽക്കാൻ പോവുക, നിന്റെ ഈ ലോക്കൽ പരിപാടികൾ നിൽക്കാൻ പോവുക. യെസ്, നീ ഒരു രാജകീയ അഭിഷേകം, നീ ഒരു രാജ്യത്തിന്റെ രാജാവാകാൻ പോവുക. ചിലപ്പോഴുണ്ടല്ലോ, താങ്ങാൻ പറ്റാത്ത ദൂതൊന്നും കേട്ടാൽ നമുക്കൊരൊന്നും തോന്നത്തില്ല. നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത വലിയ വലിയ കാര്യങ്ങളൊക്കെ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ നമ്മൾ ശബ്ദരായി നിൽക്കും. നമുക്ക് വലിയ പ്രതികരണമൊന്നും തോന്നുന്നില്ല. കാരണം നമ്മുടെ ഉള്ളിൽ അത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. നമ്മളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മളിട്ടിരിക്കുന്ന വിലയുണ്ട്, നാട്ടുകാർ നമുക്ക് തന്നിരിക്കുന്ന വിലയുണ്ട്. അവൻ്റെ അപ്പൻ അവനെ കണ്ടിരിക്കുന്നത് എന്നെക്കാളും ഒരു 10 കഴുതയെ കൂടെ കൂടുതൽ വാങ്ങിച്ച് എൻ്റെ മോന് കൊടുത്ത് സെറ്റ് ചെയ്യണം. അതിൽ കവിഞ്ഞ അപ്പൻ അവനെക്കുറിച്ച് ഒരു ദർശനമില്ല. നാട്ടുകാരെ സംബന്ധിച്ച് ഒരു നല്ല ഒരു 10-200 കഴുതയുള്ള വീട്ടിലെ മോനാ, കാണാൻ സുന്ദരൻ. അവൻ്റെ കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും പെണ്ണിനെയും കെട്ടി അടുത്തൊരു 10-100 കഴുതയ്ക്ക് ഉടമസ്ഥനായി ജീവിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് അവൻ്റെ ലൈഫിൽ മറ്റൊരു പരിപാടി. രാവിലെ എഴുന്നേൽക്കുന്നു, പഴങ്കഞ്ഞി കുടിക്കുന്നു, കുറച്ച് പഴങ്കഞ്ഞി പാത്രത്തിലെടുക്കുന്നു, വൈകുന്നേരം 3-4 മണി വരെ കഴുതയെ മയക്കുന്നു, വൈകുന്നേരം ആകുമ്പോൾ വഴി കാണുന്ന ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുന്നു, കുറച്ച് നേരം അവിടെ നിന്ന് അപ്പൻ്റെ ക്രൂരതകളെക്കുറിച്ച് പറയുന്നു, പിന്നെ കഴുതയും കൊണ്ടുപോകുന്നു. ഇതാണ് ശൗലിൻ്റെ ലൈഫ് സ്റ്റൈൽ. പക്ഷേ മണിക്കൂറുകൾക്കകത്ത് അവൻ്റെ ലൈഫ് സ്റ്റൈൽ മാറി, അവൻ്റെ വസ്ത്രം മാറി, അവൻ്റെ ഭക്ഷണം മാറി, അവൻ്റെ ബന്ധം മാറി. ഹല്ലേലൂയ! അവന്റെ എല്ലാ മേഖലകളെ മാറ്റിക്കളഞ്ഞു ദൈവം. കഴിഞ്ഞ ദിവസം വരെ ചായക്കടയിൽ നെയ്യപ്പം തന്നുകൊണ്ടിരുന്നവനെ ഇപ്പോൾ അവിടെ നിൽക്കാൻ പറ്റത്തില്ല, കാരണം അവൻ രാജാവാ. ഈ ടൈം സോണിനകത്ത് കയറിയാലേ നമ്മുടെ കൾച്ചറേ മാറിപ്പോകും. നിന്റെ കൾച്ചർ ഇതുവരെ മാറാതെ പണ്ടത്തെ കൾച്ചറിൽ കിടക്കുന്നത് നിന്നെ ദൈവമായിട്ടുള്ള എൻകൗണ്ടർ ഇല്ലാത്തതുകൊണ്ടാ. നിന്നെ ദൈവം ഇതുവരെ വിളിക്കാത്തതുകൊണ്ടാ. ദൈവം നിന്നെ തൊട്ടിട്ടില്ല, ദൈവ ശബ്ദം നീ കേട്ടിട്ടില്ല.
ദർശനം നിനക്ക് കിട്ടിയിട്ടില്ല. ദൈവമായിട്ടൊരു ബന്ധവും ഇല്ലാത്തവന്റെ കൾച്ചർ പാഷന്മാര് തലേ കൈവച്ച് അരി ആട്ടുന്നതിൽ 1.5 മണിക്കൂർ ആട്ടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ഇവന്റെ കൾച്ചർ മാറത്തില്ല. പക്ഷെ ദൈവം നിന്നെ തൊട്ടാൽ അടുത്ത നിമിഷം നിന്റെ കൾച്ചർ മാറും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഇന്നത്തെ കൂട്ടു ബന്ധങ്ങളെല്ലാം മാറിപ്പോകും. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും ഫ്രോഡുകളുമായിട്ടുള്ള ബന്ധമായിരുന്നു ഒരു ടൈം വരെ. പക്ഷെ കർത്താവിനെ ഞാൻ അറിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെയുള്ള സകല ബന്ധങ്ങളും കട്ടായി പോയി. ഹല്ലേലൂയ. നമ്മുടെ ലൈഫിലെ സകല അത് ദൈവം കട്ടാക്കുന്നതാ. ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളിൽ വരുമ്പോൾ നമ്മുടെ ലോകപ്രകാരമുള്ള സകല ജഡീകമായ ബന്ധങ്ങളിൽ നിന്നും നമ്മൾ പുറത്ത്, ദൈവം നമ്മളെ ബലാത്കാരമായി പുറത്തു കൊണ്ടുവരും. നമ്മൾ മാറ്റാൻ തയ്യാറല്ലെങ്കിലും ദൈവം അതിനെ വെട്ടി മാറ്റിക്കളയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൾച്ചർ മാറും, നമ്മുടെ ബന്ധങ്ങൾ മാറും. ആ ശൗലുമായിട്ട് അന്ന് ഈ ശമൂവേൽ പ്രവാചകനെ കണക്ട് ചെയ്യാൻ കൂടെ ഒരുത്തൻ വന്നു, അകമ്പടി നായകൻ ഒരാൾ. പിന്നെ അവന്റെ കാര്യമൊന്നും പറയുന്നില്ല. പിന്നെ തൽക്കാലം ദൈവവുമായിട്ട് കണക്ട് ചെയ്യാൻ ഒരുത്തനെ ദൈവം ഉപയോഗിച്ചു. ഞങ്ങളൊക്കെ രക്ഷിക്കപ്പെടാൻ കാരണക്കാരവർ ഇന്നുമുണ്ട്, പക്ഷെ ഇന്ന് അവരുമായിട്ടൊരു ബന്ധം നമുക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ലെവല് മാറി, റൂട്ട് മാറി. ഈ അഭിഷേകം വീഴുന്നതോടുകൂടി കൾച്ചർ കംപ്ലീറ്റ് മാറുകയാ, ബന്ധങ്ങൾ കംപ്ലീറ്റ് മാറുകയാ, അടുത്ത ദൈവരാജ്യത്തിനകത്ത് ഷിഫ്റ്റ് ചെയ്യപ്പെടുക. ഈ ദൈവരാജ്യത്തിനകത്ത് ഷിഫ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം അങ്ങനെയുള്ളവർ മറ്റ് ബന്ധപ്പെട്ട് പോകാൻ വലിയ കഷ്ടമാണ്. ഈ ദൈവരാജ്യത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ദൈവരാജ്യത്തിനകത്ത് കയറാത്തവരെ കാണുമ്പോഴേ ഇറിറ്റേഷൻ ഉണ്ടാകും. അവരുമായിട്ട് സംസാരിക്കുമ്പോഴേ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുക. ഹല്ലേലൂയ. ഈ ദൈവരാജ്യത്തിനകത്ത് കയറുന്നവൻ ദൈവരാജ്യത്തിനകത്തുള്ളവരുമായിട്ടേ കണക്റ്റ് ആവും. അതാണ് പ്രശ്നം. ഈ അഭിഷേകം ഉള്ളവർക്ക് മാത്രമേ അഭിഷേകമുള്ളവനെ മനസ്സിലാവൂ. ഈ അഭിഷേകമുള്ളവനെ അഭിഷേകമില്ലാത്തവന് മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. എത്ര ശ്രമിച്ചാലും അഭിഷേകമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു അഭിഷിക്തനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷെ ആത്മനിറവുള്ളവന് പെട്ടെന്ന് പിടികിട്ടും ഇവനൊരു വിളിയുള്ളവനാണെന്ന്. അല്ല, ഒരു കള്ളന് കണ്ട തിരിച്ചറിയാം. പ്രൈസ് ദി ലോർഡ്. എന്നതുപോലെ അഭിഷേകമുള്ളവനെ തിരിച്ചറിയാൻ സാധിക്കും. ഹല്ലേലൂയ. അവര് തമ്മിൽ കണക്ട് ആകും. അഭിഷേകം ഇല്ലാത്തവന് അഭിഷേകമുള്ളവനെ കണ്ടാൽ ഇറിറ്റേഷൻ ഉണ്ടാകും. ഹല്ലേലൂയ. ഈ ശൗൽ എന്ത് ചെയ്തു? വീണുപോയി. ശൗൽ വീണുപോയി. ദൈവത്തിന്റെ അഭിഷിക്തനായ ശമൂവേലിന്റെ അങ്കിയൊക്കെ വലിച്ചു കയറി. വെറുതെ കഴുത അന്വേഷിച്ച് കിടന്നവനാ. ഒരു പ്രവാചകനെ കണ്ടപ്പോഴേ അവന്റെ ലെവല് മാറി. നോക്കിക്കോളണം. അവനെ അടയ്ക്കാൻ, ആ പ്രവാചകന്മാരുടെ അധികാരം എന്ന് പറഞ്ഞാൽ നിനക്ക് വഴി തുറക്കാനും നിന്റെ വഴി അടയ്ക്കാനും ഒരു പ്രവാചകന് അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട്. നിനക്ക് എത്ര വലിയ വഴി വെട്ടിത്തരാനും ഒരു പ്രവാചകന്റെ ദൂതിന് ശക്തിയുണ്ട്. അതേസമയം നീ നിഗളിച്ചാൽ നിന്റെ വഴി അടയ്ക്കാനും ഒരു പ്രവാചകന് അധികാരമുണ്ട്. ഹല്ലേലൂയ. ശമൂവേലിനെ രാജാവാക്കിയതാരാ? ശമൂവേല. പക്ഷേ ആ ശമൂവേലിന്റെ തന്നെ അങ്കി എന്ത് ചെയ്തു? പുള്ളി വരുന്നതിന് മുമ്പ് ഇവൻ കയറി യാഗമൊക്കെ നടത്തി പുള്ളി ചെയ്യേണ്ട ശുശ്രൂഷയൊക്കെ അവൻ കയറി ചെയ്തു. പരസ്യമായി അപമാനിച്ചു പ്രവാചകനെ. പ്രവാചകൻ അടികൂടാനൊന്നും നിന്നില്ല. പ്രവാചകൻ പറഞ്ഞു, നിന്റെ രാജ്യത്ത് ഇവിടെ കൊണ്ട് അവസാനിച്ചു. ഒറ്റ വാക്ക്, നിന്റെ രാജ്യത്വം ഇവിടെ കൊണ്ട് അവസാനിച്ചു. ഞാൻ വേറെ ആണുങ്ങളെ തെരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോഴാണ് ദാവീദിന്റെ സീസൺ, ടൈം സോൺ. ഇടയനായ അപ്പനും സഹോദരങ്ങൾക്കും കണ്ടുകൂടാത്ത ഇടയനായ കാട്ടിനകത്ത് കിടക്കുന്ന ആടുകളുമായി മാത്രം ബന്ധമുള്ള ഒരുത്തനെ ഒരു നിമിഷം കൊണ്ട് ദൈവത്തിന്റെ ടൈം വന്നപ്പോൾ, അഭിഷേക തൈലം വീണപ്പോൾ അവൻ രാജകീയ അഭിഷേകമുള്ളവനായി മാറി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ടൈം സോണിനകത്ത് നീ ഒന്ന് കയറി നോക്ക്. നീ വെറുതെ നിന്നു കൊടുത്താ മതി. മുടിയനായ പുത്രൻ അപ്പനെ വിട്ടുപോയി. പക്ഷെ അവൻ പിന്നെ ചെന്ന് പന്നികളുടെ ഇടയിലായിരുന്നു, അല്ലേ? പന്നികളുടെ ഇടയിൽ. പക്ഷെ അപ്പന്റെ ടൈം സോണിനകത്ത് അവൻ കയറിയപ്പോ എന്ത് സംഭവിച്ചു നോക്കണം.
അവന് അതിനകത്തായിരുന്നു. അപ്പോഴവനൊരു കുറവില്ലായിരുന്നു. രാജാവിനെ പോലെ ജീവിച്ചു. അവൻ ഒരു ദിവസം രാവിലെ ആയപ്പോഴേ ആക്രാന്തം കയറി, അത്യാഗ്രഹം കയറി. ഇതാണ് ഈ അപ്പൻ്റെ ഈ ഒരു അഭിഷേകത്തിൻ്റെ അനോയിൻറ്റിങ്ങിൻ്റെ കവറിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ. ഈ കവറിങ്ങിനകത്ത് നിന്ന് തുള്ളിച്ചാടി വെളിയിൽ പോയാൽ നിനക്ക് കിട്ടത്തില്ല. അവിടെയാണ് പിശാചി കയറി അറ്റാക്ക് ചെയ്യുന്നത്. ഇവൻ മാനമര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് കുഴപ്പമില്ലായിരുന്നു. ഇവൻ പെട്ടെന്ന് അവന് തോന്നി അപ്പൻ്റെ സ്വത്തല്ല എനിക്ക് വേണം. അപ്പം പറഞ്ഞു, നോ പ്രോബ്ലം, നിനക്ക് എന്ത് വേണം തരാം, നിനക്കുള്ളതെല്ലാം എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അപ്പനറിയാം ഇവിടം വരെ പോയാൽ ഇവിടം വരെ അപ്പനറിയാം. ഇവൻ പോയി നശിച്ച് നാരായ പേര് പിടിച്ച് പന്നിയുടെ വാള വരെയെല്ലാം തിന്ന് പന്നിക്കൂട്ടിനകത്ത് കിടന്ന് നശിച്ചു. അവൻ്റെ കൂട്ടുകാരെല്ലാം നാശയോഗ്യന്മാരായിരുന്നു. പണം ഉണ്ടായിരുന്നപ്പോൾ ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ടായിരുന്നു. പണം തീർന്നപ്പോൾ കൂട്ടുകാരെല്ലാം വിട്ടുപോയി. എല്ലാം നശിച്ച് വസ്ത്രമില്ല, ഭക്ഷണവും ഇല്ല, ആരോഗ്യവും പോയി, സൗന്ദര്യവും പോയി, ക്ഷയിച്ച് അങ്ങേറ്റം പറ്റി നാറ്റം വെച്ച് അവസാനം അവന് ബോധം വന്നു. ഈ ബോധം നിനക്ക് വന്ന നീ രക്ഷപ്പെട്ടു. ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു ഇതാണ്, സുബോധം വന്നു. പലരുടെയും ലൈഫിൽ ഈ സുബോധമില്ല. വലിയ ബോധമുള്ളവരെന്ന് അഭിനയിച്ച് നടക്കിയ ഒരു ബോധവും ഇല്ല. ഈ സുബോധം നിനക്ക് വന്നാൽ നീ മടങ്ങി വരും. നീ പിന്മാറ്റ അവസ്ഥയിൽ നിന്ന് മടങ്ങി വരും. ഹല്ലേലൂയ. അപ്പൊ സുബോധം വന്നവൻ മടങ്ങി വന്നു. ഒറ്റ നിമിഷം നോക്ക്, അവന്റെ വസ്ത്രം, അവന്റെ നാറ്റം ഒന്നും പിതാവ് നോക്കിയില്ല, ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. പിതാവിന്റെ ടൈം സോണിനകത്ത് അവൻ കാല് വെച്ചതും അവന്റെ ചരിത്രം മാറിയത് കണ്ടോ? അവന്റെ വസ്ത്രം മാറി. അവന്റെ നാറിയ വസ്ത്രം മാറ്റി. അവന് രാജകീയ വസ്ത്രം അണിയിച്ചു. അവന്റെ കൈക്ക് പൊന്മോതിരം അണിയിച്ചു. അവന് വേണ്ടി വലിയ തടിച്ച കാളക്കുട്ടി. നീ ആത്മാവ് നിറവിൽ വിശ്വാസത്താൽ കേറ, വിശ്വാസത്താൽ മടങ്ങി വാ, മാനസാന്തരപ്പെട, സുബോധമുള്ളവനായി മാറ. നിന്റെ കൾച്ചർ ഇല്ലാത്ത സംസാരം, നിന്റെ കൾച്ചർ ഇല്ലാത്ത ബന്ധങ്ങൾ, നിന്റെ കൾച്ചർ ഇല്ലാത്ത ലൈഫ് സ്റ്റൈലുകളെ മാറ്റാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ ടൈം സോണിനകത്ത് സുബോധമുള്ളവനായി നീ മടങ്ങി വരണം. ഹല്ലേലൂയ. ഒറ്റ നിമിഷം കൊണ്ട് ദൈവത്തിന്റെ അടുക്ക വന്ന നീ ഇട്ടോണ്ട് ചെല്ലുന്ന ഒരു വസ്ത്രവും ദൈവം ഇടാൻ അനുവദിക്കത്തില്ല. നിന്റെ മുഷിഞ്ഞ വസ്ത്രം പിന്നെ അവിടെ കാണത്തില്ല. നീ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പന്നിയും വാള വരെയാണ്, പക്ഷെ ഇവിടെ വേറെ ഫുഡാ. ഓക്കെ, ദൈവരാജ്യത്തിനകത്ത് എത്ര സന്തോഷമാണ്. ഈ സന്തോഷം കെടുത്തിക്കളഞ്ഞിട്ടാണ് നമ്മൾ ജഡത്തിൽ കിടന്ന് സമാധാനവും സ്വസ്ഥതയും സന്തോഷവും നഷ്ടപ്പെടുത്തി അനാവശ്യമായി പകയും വിരോധവും വൈരാഗ്യവും പിണക്കവും ജാരശങ്കയും മത്സരവും ആഭിചാരവും ചെയ്ത് അതിനകത്ത് മുഴുകി ജീവിക്കുമ്പോൾ എന്തോ സുഖം നിനക്ക് കിട്ടുന്ന എന്താ എനിക്കറിയത്തില്ല. അതാണ് നാശയോഗ്യന്മാർ തിരഞ്ഞെടുക്കുന്ന വഴി, യൂദയുടെ വഴി. എന്നാൽ ഇന്ന് പകൽ സുബോധമുള്ളവൻ മുടിയനായ പുത്രനെ പോലെ അപ്പന്റെ ആ ടൈം സോണിനകത്ത് മടങ്ങി വരും. അവന്റെ സ്ഥിതി ആത്മാവ് മാറ്റാൻ പോവുക. അവന്റെ സ്ഥിതി പരിശുദ്ധാത്മാവ് മാറ്റാൻ പോകുന്നു. സ്ഥിതി മാറാൻ പോവുകയാണ്. നിന്റെ ഭവനം സന്തോഷ ഭവനമാകും. നിന്റെ ഭവനം സന്തോഷ ഭവനമാകും. നിന്റെ സ്ഥിതി മാറാൻ പോകുന്നു. നഷ്ടപ്പെട്ടതിനെ ദൈവം തിരിച്ചു തരാൻ പോകുന്നു. നഷ്ടപ്പെട്ടതിനെ ആത്മാവ് തിരിച്ചു തരാൻ പോയി. അല്ല, ആ ടൈം സോണിനകത്ത് കയറിയപ്പോ എന്ത് സംഭവിച്ചു? ടൈം സോണിനകത്ത് കയറിയ ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു? നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ച്. ഈ ടൈം സോണിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതാ സംഭവിക്കുന്നത്. വാഗ്ദത്തം, ദർശനം, നിന്നോട് പറഞ്ഞ ദർശനത്തിനകത്ത്, ദൂതിനകത്ത് നീ കയറിയാൽ നിനക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതെല്ലാം മടക്കി തരും. ആരോഗ്യത്തെ മടക്കി തരും, ആയുസ്സിനെ മടക്കി തരും, തേജസ്സിനെ മടക്കി തരും, നന്മയെ മടക്കി തരും. നിനക്കെല്ലാം മടങ്ങി വരിക. നിനക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതിന്റെ 100 മടങ്ങായി മടക്കി തരുന്നതാണ് പിതാവിന്റെ അടുക്കലുള്ള മടങ്ങി വരവ്. ദൈവത്തിന്റെ ദർശനത്തിലോട്ടുള്ള കയറ്റം, അത് നിന്നെ ആ അനുഗ്രഹത്തിലോട്ട് കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവ് ബന്ധപ്പെടുകയാണ്. കടിച്ചു കീറുന്ന ചെന്നായ എന്നാണ് ശൗലിനെ പറയുന്നത് പുതിയ നിയമത്തിലെ. ബെന്യാമിൻ ഗോത്രത്തെ കുറിച്ച് പറയുന്നത്, നീ അപ്പം അവനെ നോക്കി ബെന്യാമിനെ നോക്കി പറഞ്ഞ നീ കടിച്ചു കീറുന്ന ചെന്നായാകുന്ന. ആ ഗോത്രത്തിൽ പെട്ടവനെ ഗർജിക്കുന്ന യഹൂദ ഗോത്രത്തിലെ സിംഹമാക്കി മാറ്റി. ക്രിസ്ത്യാനികളെ അടിച്ചു കൊല്ലാൻ വേണ്ടി സമ്മതപത്രം എടുത്ത് കുതിരപ്പുറത്ത് നേരെ ചെന്ന് ഹല്ലേലൂയ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ കാല് ചവിട്ടിയപ്പോൾ അകത്തളങ്ങളിലിരുന്ന് ആത്മനിറവിൽ പ്രാർത്ഥിക്കുന്ന അനന്യാസിന്റെ പ്രാർത്ഥനയുടെ അഭിഷേകത്തിന്റെ ശക്തി
ഇടിമിന്നൽ പോലെ കടിച്ചു കീറുന്ന ചെന്നായ ഒരൊറ്റയടി. ഹല്ലേലൂയ. ആകാശത്തുനിന്ന് മിന്നി വരുന്ന സൂര്യനേക്കാൾ തേജസ്സുള്ള ദൈവത്തിന്റെ ഗ്ലോറി കടിച്ചു കീറുന്ന ചെന്നായെ പോലെ നിന്ന ശാപയോഗ്യനായ അപ്പൻ ശപിച്ച ശാപവും പേറി നൂറ്റാണ്ടുകളുടെ ശാപയോഗ്യനായ ബെന്യാമീൻ ഗോത്രത്തിന്റെ ശാപത്തെ ചുമന്നുകൊണ്ട് നടക്കുന്ന ചതിയുടെ വഞ്ചനയുടെ ഹല്ലേലൂയ ദൈവമക്കളെ ഉപദ്രവിക്കുന്ന, ദൈവമക്കൾക്ക് വിരോധമായി സമ്മതപത്രം വാങ്ങി കയ്യിൽ വെച്ചിരിക്കുന്ന അഭിഷിക്തന്മാരെ കൊല്ലാൻ മുടിക്കാൻ വേണ്ടി ആത്മാവിൽ കേറിയ പിശാചിനാൽ പിടിക്കപ്പെട്ട ശൗൽ എന്ന് പറയുന്നവന്റെ ചരിത്രത്തെ മാറ്റുന്ന ഒരു വലിയ ടൈം സോൺ. യെസ്, ഒരു ടൈം സോൺ. യെസ്, ദൈവത്തിന്റെ സമയം, ദൈവത്തിന്റെ ടൈം അത് വരുമ്പോൾ നീ കടിച്ചു കീറുന്ന ചെന്നായാണെങ്കിലും നിന്നെ യഹൂദ ഗോത്രത്തിലെ സിംഹമാക്കി മാറ്റാൻ പോയ ഇന്ന് ചിലത് നടക്കാൻ പോവുക. ദൈവത്തിന്റെ ടൈം സോണ്. എത്ര പിന്മാറ്റ അവസ്ഥയിൽ കിടന്നാലും, എത്ര പാപത്തിന്റെ അകൃത്യത്തിൽ അതിക്രമത്തിൽ കിടന്നാലും, എത്ര ശാപയോഗ്യനാണെങ്കിലും, നീ ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ കൊല്ലാൻ കൊട്ടേഷൻ എടുത്ത വ്യക്തിയാണെങ്കിലും, എന്റെ ദൈവത്തിന്റെ കരം നിന്റെ മേൽ അടിക്കുമ്പോൾ, ദൈവത്തിന്റെ ഇടിമിന്നൽ പോലെ ദൈവശക്തി നിന്നെ തൊടുമ്പോൾ, നീ ഇരിക്കുന്ന ഇടത്തുനിന്ന് വീഴും. 3 ദിവസം കണ്ണ് കണ്ടുവിടാതെ ഇരുന്നെങ്കിലും പിന്നത്തേതിൽ ദൈവമാ ബെന്യാമീൻ ഗോത്രക്കാരനെ ഒരു പൗലോസാക്കി മാറ്റിയതുപോലെ, യെസ് യെസ് യെസ്, മാറട്ടെ, ചേഞ്ച് ആകട്ടെ, സ്വഭാവം മാറട്ടെ, ചിന്താഗതി മാറട്ടെ, കൾച്ചറുകൾ മാറട്ടെ, സംസാരങ്ങൾ മാറട്ടെ, ചിന്താഗതികൾ മാറട്ടെ, യെസ് മാറട്ടെ, ചേഞ്ച് ആകട്ടെ. ദൈവത്തിന്റെ കരം ഈ നാളുകളിൽ ചിലരെ തൊടാൻ പോവുക. ഇടിമിന്നൽ പോലെ ദൈവശക്തി നിന്നെ പിടിക്കാൻ പോവുക. ഒരു വലിയ ദൈവ ഭയം നിന്നെ പിടികൂടാൻ പോകും. ഒരു ദൈവശക്തിക്കകത്ത് നീ കയറാൻ പോകും. ദൈവം നിന്നെ തൊടാനുള്ള സീസണായി, ദൈവം നിന്നെ പിടിക്കാനുള്ള സീസണായി, ദൈവം നിന്നെ സന്ദർശിക്കാനുള്ള സീസണായി ഒരു ടൈം സോൺ. അതിനകത്ത് ദൈവാത്മാ നിന്നെ കയറ്റാൻ പോവുകയാണ്. നിന്റെ ചരിത്രം മാറാൻ പോകുന്നു. യെസ്, നീ ചരിത്രം മാറാൻ പോകുന്നു. നിന്റെ ചരിത്രം മാറാൻ പോകുന്നു. നിന്റെ ചരിത്രം മാറാൻ പോവുകയാണ്. In the name of Jesus. Hallelujah. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് പറയുക, നിന്റെ ചരിത്രം മാറാൻ പോകും. ഇതിനകത്തിരിക്കുന്ന പലരും ഈ സീസണിൽ ആ ടൈം സോണിനകത്ത് ദൈവം കയറ്റാൻ പോകും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദർശനങ്ങളുടെ സമാപ്തിയിലേക്ക് നിങ്ങളെ ബന്ധപ്പെടുത്തുകയാണ്. അതിന്റെ സമയമായി. കേട്ട ദൂത് നിവർത്തീകരിക്കപ്പെടുവാൻ, കണ്ട ദർശനത്തിന്റെ നിവർത്തീകരണം, കണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം, കേട്ട ദൂതിന്റെ സാക്ഷാത്കാരങ്ങൾ, അതിന്റെ ടൈം സോണിനകത്ത് ഇന്ന് ദൈവസഭയെ ആത്മാവ് കയറ്റുകയാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം. യെസ് 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 യെസ്. ചരിത്രം മാറാൻ പോവുക. ചരിത്രം മാറാൻ പോവുക. ഇതുവരെ പ്രാർത്ഥിക്കാത്ത രീതി, ഇതുവരെ ആരാധിക്കാത്ത രീതി, ഇതുവരെ ചിന്തിക്കാത്ത രീതി നിന്റെ വീട്ടിനകത്ത് സ്വസ്ഥത വരാൻ പോകുന്നു. പൈശാചിക മണ്ഡലങ്ങൾ അഴിയാൻ പോകുന്നു. നിന്റെ വീട്ടിനകത്ത് രോഗമിട്ട് പോരാടുന്ന ദുരാത്മ മണ്ഡലങ്ങളെ ആത്മാവ് വെട്ടി മാറ്റാൻ പോവുകയാണ്. ദൂതന്മാർ ഇറങ്ങാൻ പോകുന്നു. ഏഞ്ചലിക്കൽ മിനിഷികൾ വെളിപ്പെടാൻ പോവുക. ഏഞ്ചൽസ് ഇറങ്ങാൻ പോവുക. ദൂതന്മാർ ഇറങ്ങാൻ പോവുക. ദൈവം നിന്നെ തൊടാൻ പോവുകയാണ്. നിന്റെ സിറ്റുവേഷനുകൾ മാറുന്നു. നിന്റെ രോഗബന്ധനം അഴിയുന്നു. നിന്റെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ മാറുന്നു. നിന്നെ ദൈവം സൗഖ്യമാക്കാൻ പോകുന്നു. ഇന്ന് നിനക്കില്ലാത്ത ചിലത് ദൈവം നിനക്ക് ഗിഫ്റ്റായിട്ട് തരാൻ പോവുക. ദൈവത്തിന് മനുഷ്യന് നിന്നോട് പ്രീതി തോന്നാൻ സമയമായി. ദൈവത്തിന് പ്രീതി തോന്നുക എന്ന് പറഞ്ഞാൽ സുബോധം വന്നു കഴിഞ്ഞാൽ നിന്നോട് ദൈവത്തിന് എത്ര പാപത്തിന്റെ അകൃത്യത്തിനകത്ത് നീ കുഴിക്കകത്ത് കിടന്നാലും,
ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്റെ ദേഹത്തെ പറ്റിപ്പിടിച്ചിരിക്കുന്ന നാറ്റവും ചെളിയും ചേറുമെന്ന ദൈവത്തിന്റെ വിഷയമല്ല, അത് മനുഷ്യന് വിഷയമാണ്. മനുഷ്യൻ നിന്നെ ആട്ടി ഓടിക്കും, പക്ഷെ ദൈവം നിന്നെ കെട്ടിപ്പിടിക്കും, ദൈവം നിന്നെ ആലിംഗനം ചെയ്യും. ഇന്ന് പകൽ നീ നിന്നെ കുറിച്ച് തന്നെ മോശമായി ചിന്തിക്കുന്നു, പക്ഷേ ദൈവം പറയുക, നിന്റെ മേൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് എത്ര വലിയ പാപത്തിന്റെ കറയാണെങ്കിലും ചെളിയാണെങ്കിലും മനുഷ്യൻ നിന്നെ ആട്ടി ഓടിക്കുമ്പോൾ, കല്ലെറിയുമ്പോൾ നീ ചെല്ലേണ്ടത് മനുഷ്യന്റെ അടുക്കലല്ല, ആശ്വാസത്തിന് വേണ്ടി ദൈവത്തിന്റെ അടുക്കൽ നീ മടങ്ങി ചെല്ലാൻ സുബോധം വന്നാൽ ഇന്ന് പകൽ നിന്റെ ചരിത്രം മാറാൻ പോകുന്നു. നീ ചെയ്ത സകല പാപത്തിന്റെ പ്രവൃത്തികളെയും അറിയുന്നവർ നിന്നെ കല്ലെറിഞ്ഞുകൊണ്ടേയിരിക്കും. അവരത് പ്രവൃത്തി നിർത്താതിരിക്കട്ടെ, അവർക്കുള്ള പ്രതിഫലം വരും. പക്ഷെ നീ സുബോധമുള്ളവനായി ദൈവത്തിന്റെ അടുക്കൽ വന്നാൽ നിന്നെ ദൈവം ആലിംഗനം ചെയ്യും. എന്നിട്ട് നീ ദൈവത്തിന്റെ ടൈം സോണിനകത്ത് നിന്നെ കയറ്റും. നിന്റെ വസ്ത്രങ്ങളെ മാറ്റാൻ പോകുന്നു, സകലതും മാറാൻ പോകുക. പറഞ്ഞാട്ടെ, മാറാൻ പോകുന്നു, മാറാൻ പോകുന്നു. പറഞ്ഞാട്ടെ, നാറ്റങ്ങൾ മാറാൻ പോകുന്നു, നാറുന്ന അവസ്ഥകൾ മാറാൻ പോകുന്നു, പരാജയങ്ങൾ മാറാൻ പോകുന്നു, ജയത്തിന്റെ അനുഭവങ്ങൾ വെളിപ്പെടാൻ പോകുന്നു, വാഗ്ദത്തം വെളിപ്പെടാൻ പോകുന്നു, ദർശനം വെളിപ്പെടാൻ പോകുന്നു. ഞാൻ കണ്ട കാഴ്ച ഞാൻ അനുഭവിക്കാൻ പോകുന്നു, എന്നോട് പറഞ്ഞ ദൂത് ഞാൻ പ്രാപിക്കാൻ പോകുന്നു, ഞാൻ കേട്ട ദൂതും ദർശനങ്ങളും ഞാൻ കണ്ണുകൊണ്ട് കാണാൻ പോകുന്നു. യെസ്, വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ചുകൊണ്ട് ദൈവസേന എഴുന്നേറ്റ് നിന്നാട്ടെ. Hallelujah, Jesus. ശക്തമായി കരങ്ങളെ ചേർത്തെടുത്ത് ആത്മനിറവില് ഒരു പരിശുദ്ധാത്മാവിന്റെ തീ നിന്റെ അകത്തകത്തെ ആത്മാവിൽ നിന്റെ ചരിത്രം മാറാൻ പോവുകയാണ്. ഒരു ടൈം സോണിനകത്ത് പരിശുദ്ധാത്മാവ് നിന്നെ കയറ്റാൻ സമയമായിരിക്കുന്നു. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. 24 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ട്രെയിനിനകത്തിരുന്നപ്പോൾ എനിക്ക് ദൈവം തന്ന ദൂതായി. 24 വർഷമായി ഞാൻ പ്രസംഗിച്ചിട്ട്, അതിനിടയിലൊക്കെ എപ്പോഴൊക്കെ പ്രസംഗിച്ചു. ഇന്ന് രാവിലെ മെസ്സേജിന് വേണ്ടി ഇരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും ഓർമ്മിപ്പിച്ചതായത്. അങ്ങനെയാണെങ്കിൽ അടുത്ത സീസൺ ആകാൻ പോവുക, അടുത്ത സീസൺ സ്റ്റാർട്ടാകാൻ പോവുക. ഒരുപാട് മെസ്സേജുകൾ എൻ്റെ ഉള്ളിൽ വന്നു, പക്ഷെ കർത്താവ് പറയുക, ഇതാ ദർശനത്തിന് സമാപ്തിയിലേക്ക് സമയമായിരിക്കുന്നു. നീ കണ്ട കേട്ട ദർശനത്തിന്റെ അടുത്ത സീസൺ, അടുത്ത് നിൽക്കുന്ന 5 പേരോടൊന്ന് പറഞ്ഞാട്ടെ ദൂതായിട്ട്, നിന്റെ ദർശനം നീ അനുഭവിക്കാൻ പോവുക. നീ കണ്ട ദർശനം, നീ കേട്ട ദൂതുകൾ, നിന്റെ പേരുള്ള വാഗ്ദത്തങ്ങൾ ഇതാ ഈ അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്.